ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലംകൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ തുടരുകയാണ്. ദശമസ്കന്ധത്തിലെ 83-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ 82-ാം അധ്യായത്തിൽ എല്ലാ രാജ്യത്തു നിന്നുള്ള രാജാക്കന്മാരും പ്രജകളും എല്ലാവരും സമന്ത പഞ്ചക തീർത്ഥത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള ആ ഒരു കഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ എന്താ പറയുക, ദ്വാരകയിൽ നിന്ന് വന്ന വസുദേവാദികൾ, ഹസ്തിനപുരത്തിൽ നിന്ന് വന്ന കുന്തി മുതലായവരുമായിട്ടുള്ള സമാഗമവും, അതുപോലെ തന്നെ പിന്നീട് നന്ദഗോപരും യശോദയും ഗോപന്മാരും ഗോപികമാരും ഒക്കെ ആയിട്ടുള്ള സമാഗമവും കണ്ടു. ഗോകുലത്തിൽ നിന്ന് വന്ന എല്ലാവരുമായിട്ടുള്ള സമാഗമം, ഭഗവാൻ ഗോപികമാരെ സമാധാനിപ്പിക്കുന്ന ആ കാര്യങ്ങളും കണ്ടു. ഭഗവാൻ വാസ്തവത്തിൽ ഗോപികമാരിൽ നിന്ന് വിദൂരത്തല്ല, അവരുടെ ആത്മസ്വരൂപമായി കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതായിട്ടുള്ള ആ ഒരു അറിവ് കൊടുത്ത് അവരെ ഭഗവാനെ തന്നെ ധ്യാനിച്ച് ഭഗവാനിൽ ഉറപ്പ് ഉള്ളവരാക്കി, ഭഗവത് സ്വരൂപത്തെ പ്രാപിച്ചവരാക്കി തീർത്തു എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അധ്യാത്മശിക്ഷയാ ഗോപ്യഃ ഏവം കൃഷ്ണേന ശിക്ഷിതാഃ തദനുസ്മരണധ്വസ്തജീവകോശാഃ തം അദ്യഗന്. തം കൃഷ്ണം അദ്യഗന്. ആ കൃഷ്ണനെ അധിഗമിച്ചു, കൃഷ്ണനെ പ്രാപിച്ചു. എപ്പോഴും ഏത് ജന്മത്തിലും അങ്ങയെ മറക്കാതിരിക്കാൻ അങ്ങയുടെ പദാരവിന്ദം സ്മരിക്കാൻ കഴിയണം. ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും അങ്ങയുടെ പാതാരവിന്ദം തെളിഞ്ഞ് പ്രകാശിക്കണമെന്ന് ഗോപികമാരും ഭഗവാനോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ അധ്യായം. ഭഗവാനും ഗോപികമാരുമായിട്ടുള്ള സമാഗമം അവസാനിച്ചത്. ഇനി ഈ 83-ാം അധ്യായത്തിൽ പ്രധാനമായിട്ട് പാണ്ഡവന്മാരുടെ പത്നിയായ പാഞ്ചാലി ദേവി കൃഷ്ണപത്നിമാരുമായിട്ട് സമാഗമിക്കുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെയൊക്കെ വിവാഹം എങ്ങനെയൊക്കെ ആയിരുന്നു? നിങ്ങളുടെ വിവാഹ ജീവിതം എങ്ങനെ, സുഖം തന്നെയോ എന്നുള്ള ചോദ്യങ്ങളാണ് പാഞ്ചാലി ചോദിക്കുന്നത്. കാരണം പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാർ മഹാശക്തന്മാരായിട്ടുണ്ടായിട്ടും എപ്പോഴും വിഷമങ്ങളാണ്. എന്നാൽ ഇവിടെ 16,008 പേർക്ക് ഒരു ഭർത്താവ്. അപ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങളുടെ കിടപ്പ്? ഇവരൊക്കെ സന്തുഷ്ടരാവാൻ വഴിയുണ്ടോ? ഉണ്ടാവാൻ വഴിയില്ലല്ലോ അല്ലേ? അപ്പോൾ എന്താണ് അതിൻ്റെ രഹസ്യം എന്നറിയാനായിട്ട് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ഓരോ കൃഷ്ണപത്നിമാരും അവരുടെ വിവാഹം എങ്ങനെയെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇനിയും എത്ര ജന്മങ്ങളുണ്ടെങ്കിലും ഈ കൃഷ്ണൻ്റെ തന്നെ ദാസിമാരായി പത്നിമാരായൊക്കെ തീർന്നാൽ മതി എന്ന് അവരെല്ലാം പറയുന്നത് കേട്ട് ആശ്ചര്യഭരിതയാവുകയാണ് ഈ ദ്രൗപദീ ദേവി. അപ്പോൾ ദ്രൗപദീ ദേവിയുടെ ഉള്ളിൽ വല്ല അഹങ്കാരം ഉണ്ടെങ്കിൽ അത് പോകാനും കൃഷ്ണൻ്റെ നേരെ ഭക്തി വർദ്ധിക്കാനും ഈ കഥ കാരണമാകും. ഇനി ആരൊക്കെ ഈ കഥ കേൾക്കുന്നു അവർക്കൊക്കെ കൃഷ്ണൻ്റെ നേരെ ഭക്തി വർദ്ധിക്കാൻ കാരണമാകും. അപ്പോൾ നമുക്ക് ആദ്യം 83-ാം അധ്യായം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ.
അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ 83-തമോऽധ്യായः. ശ്രീശുക ഉവാച തദാനുഗൃഹ്യ ഭഗവാൻ ഗോപീനാം സ ഗുരുർഗതിഃ യുധിഷ്ഠിരമദാ പൃച്ഛത് സർവാം ച സുഹൃദോ വ്യയം. തയേവം ലോകനാഥേന പരിപൃഷ്ടാഃ സുസത്കൃതാഃ പ്രത്യൂജുർഹൃഷ്ടമനസഃ തൽപാദേക്ഷാഹതാം ഹസഃ. കുതോ ശിവം ത്വച്ചരണാംബുജാസവം മഹന്മനസ്തോ മുഖനിസൃതം ക്വചിത് പിപന്തി യേ കർണപുടൈരലം പ്രഭോ ദേഹം മൃതാം ദേഹകൃദസ്മൃതിച്ഛിതം. ഹിത്വാത്മധാമ വിദുദാത്മകൃതത്ര്യവസ്തം ആനന്ദസംപ്ലവമഖണ്ഡമകുണ്ഡബോധം കാലോപസൃഷ്ട നിഗമാവന ആത്മയോഗമായാകൃതിം പരമഹംസഗതിം നതാസ്മ. ഋഷിരുവാച ഇത്യുത്തമശ്ലോകശിഖാമണിം ജനേഷു അഭിഷ്ടുവൽസു അന്ധകകൗരവസ്ത്രിയഃ സ്വമേത്യ ഗോവിന്ദകഥാമിധോ ഗുണം ഗൃണൻ. ത്രിലോകഗീതാഃ ശൃണു വർണ്ണയാമി തേ. ദ്രൗപദ്യുവാച ഹേ വൈദർഭ്യച്യുതോ ഭദ്രേ ഹേ ജാംബവതി കൗസലേ ഹേ സത്യഭാമേ കാളിന്ദി ശൈബ്യേ രോഹിണി ലക്ഷ്മണേ ഹേ കൃഷ്ണപത്ന്യ ഏതന്നോ ബ്രൂതവോ ഭഗവാൻ സ്വയം ഉപയേമേ യഥാ ലോകം അനുകുർവൻ സ്വമായയാ. രുക്മിണ്യുവാച ചൈദ്യായമാർപ്പയിതുമുദ്യതകർമുകേഷു രാജസ്വജേയപടശേഖരിതാംഗ്രിരേണുഃ നിന്യേ മൃഗേന്ദ്രൈവ ഭാഗമജാവിയൂദാത് തച്ഛ്രീനികേതചരണോസ്തു മമാർച്ചനായ. സത്യഭാമോവാച യോ മേ സനാഭിവദ തപ്തഹൃദാനതേന ലിപ്താഭിശാപമപമാർഷ്ടുമുപാജഹാര ജിത്വർക്ഷരാജമദ രത്നമദാത്സതേന ഭീത പിതാദിശതമാം പ്രഭവേപി ദത്താം. ജാംബവത്യുവാച പ്രാജ്ഞായ ദേഹകൃതമും നിജനാദദേവം സീതാപതിം തൃണവഹാനി അമുനാഭ്യയുധ്യത് ജ്ഞാത്വാ പരീക്ഷിത ഉപാഹരദർഹണം മാം പാദൗ പ്രഗൃഹ്യ മണിനാഹമമുഷ്യദാസീ. കാളിന്ദ്യുവാച തപശ്ചരന്തീമാജ്ഞായ സ്വപാദസ്പർശനാശയ സഖ്യോപേത്യാഗ്രഹിത് പാണിം യോഹം തദ്ഗൃഹമാർജനീ. മിത്രവിന്ദോവാച യോ മാം സ്വയംവര ഉപേത്യ വിജിത്യ ഭൂപാൻ നിന്യേശ്വയൂതകം ഇവാത്മബലിം ദ്വിപാരിഃ ഭ്രാതൃംശ്ച മേപകുരുതഃ സ്വപുരം ശ്രിയൗഗഃ തസ്യാസ്തു മേ അനുഭവമംഗ്ര്യവനേ ജലത്വം. സത്യോവാച സപ്തോക്ഷണോദിബലവീര്യസുതീക്ഷ്ണശൃംഗാൻ പിത്രാകൃതാൻ ക്ഷിതിപവീര്യപരീക്ഷണായ താൻ വീരദുർമദഹനസ്തരസാ നിഗൃഹ്യ ക്രീഡൻ ബബന്ധഃ യഥാ ശിശവോ ജതോഗാൻ. യയിത്തം വീര്യശുൽക്കാം മാം ദാസീഭിശ്ചതുരംഗിണീം പതിനിർജിത്യ രാജന്യാൻ നിന്യേ തദ്ദാസ്യമസ്തു മേ. ഭദ്രോവാച പിതാ മേ മാതുലേയായ സ്വയമാഹൂയ ദത്തവാൻ കൃഷ്ണേ കൃഷ്ണായ തച്ചിത്താം അക്ഷൗഹിണ്യാ സഖേ ജനൈഃ. അസ്യ മേ പാദസംസ്പർശോ ഭവേത് ജന്മനി ജന്മനി കർമ്മഭിർഭ്രാമ്യമാണായേന തച്ഛ്രേയ ആത്മനഃ. ലക്ഷ്മണോവാച മമാഭിരാജ്ഞച്യുത ജന്മ കർമ്മ ശ്രുത്വാ മുഹുർനാരദഗീതമാസഃ ചിത്തം മുകുന്ദേ കില പത്മഹസ്തയാ വൃതഃ സുസംമൃശ്യ വിഹായ ലോകപാൻ. ജ്ഞാത്വാ മമ മതം സാധ്വി പിതാ ദുഹിതൃവത്സലഃ ബൃഹൽസേന ഇതി ഖ്യാതഃ തത്രോപായമചീകരത്. യഥാ സ്വയംവരേ രാജ്ഞീ മത്സ്യഃ പാർത്ഥേപ്സയാ കൃതഃ
അയം തു ബഹിരാച്ഛന്നോ ദൃശ്യത്തെ സജലേ പരം ശ്രുത്വൈതത് സർവതോ ഭൂപ ആയയുർമത്പിതുഃ പുരം സർവാസ്ത്രശസ്ത്രതത്വജ്ഞാഃ സോപാധ്യായാ സഹസ്രശഃ പിത്രാ സംപൂജിതാ സർവേ യഥാ വീര്യം യഥാ വയഃ ആദദുഃ സശരം ചാപം വേദ്ധും വർഷതി മദ്യഃ ആദായ വ്യസൃജൻ കേചിത് സജ്ജം കർത്തുമനീശ്വരാഃ ആകോടിജ്യാം സമുൽകൃഷ്യ പേതുരേകേ അമുനാഹതാഃ സജ്ജം കൃത്വാ പരേ വീരാമാഗതാം ബഷ്ടചേതിപാഃ ഭീമോ ദുര്യോധനകർണോ നാവിന്ദൻ തദവസ്ഥിതിം മത്സ്യാഭാസം ജലേ വീക്ഷ്യ ജ്ഞാത്വാ ച തദവസ്ഥിതിം പാർത്ഥോ യത്വോ സൃജദ്ബാണം നാച്ഛിനത്പസ്പൃശേ പരം രാജന്യേഷു നിവൃത്തേഷു ഭഗ്നമാനേഷു മാനിഷു ഭഗവാൻ ധനുരാദായ സജ്യം കൃത്വാ ദലീലയാ തസ്മിൻ സന്ധായ വിശിഖം മത്സ്യം വീക്ഷ്യ സകൃജ്ജലേ ചിത്വേഷുണാപാദയത്തം സൂര്യേ ചാഭിജിതി സ്ഥിതേ ദിവി ദുന്ദുഭയോ നേതുർജയ ശബ്ദയുതാ ഭുവി ദേവാശ്ച കുസുമാസാരാന്മുമുജുർഹർഷവിഹ്വലാഃ തദ്രംഗമാവിശമഹം കളനൂപുരാഭ്യാം പദ്ഭ്യാം പ്രഗൃഹ്യ കനകോജ്വലരത്നമാലാം നൂത്നേ നിവീയ പരിധായ ച കൗശികാഗ്രേ സവ്രീഡഹാസവദനാ കബരീധൃതസ്രക ഉന്നീയ വക്ത്രമുരുകുന്തള കുണ്ടലത്വിദ്ഗണ്ഡസ്ഥലം ശിശിരഹാസകടാക്ഷമോക്ഷൈഃ രാജ്ഞോ നിരീക്ഷ്യ പരിദഹശനകൈർമുരാരേഃ അംസേനുരക്തഹൃദയാ നിദദേ സ്വമാലാം താവൻ മൃദംഗപടഃ ശംഖഭേര്യാനഗാദയഃ നിനേതുർനടനർത്തക്യോ നൃദുർഗായകാ ജഗുഃ ഏവം വൃതേ ഭഗവതി മയേശേ നൃപയൂതപാഃ ന സേഹിരേ യാജ്ഞസേനീ സ്പർദന്തോ ഹൃച്ഛയാതുരാഃ മാം താവത് രഥമാരോപ്യ ഹയരത്നചതുഷ്ടയം ശാർംഗമുദ്യമ്യ സന്നദ്ധഃ തസ്ഥൗ ആജൗ ചതുർഭുജഃ ദാരുകശ്ചോദയാമാസ കാഞ്ചനോപസ്കരം രഥം മിഷതാം ഭൂഭുജാം രാജ്ഞി മൃഗാണാം മൃഗരാടിവ തേ അന്വസജ്ജം ദരാജന്യാ നിഷേദ്ധും പതികേചന സംയത്താ ഉദ്ധൃതേശ്വാസാഃ ഗ്രാമസിംഹായദാഹരിം തേഷാർഗച്യുതബാണൗകൈഃ കൃത്തബാഹ്വംഗ്രികന്ദരാഃ നിപേതു പ്രധനേ കേചിത് ഏകേ സന്ത്യജ്യ ദുദ്രുവുഃ തതഃ പുരീം യദുപതിരത്യലങ്കൃതാം രവിച്ഛതധ്വജപടചിത്രതോരണാം കുശസ്ഥലീം ദിവി ഭുവി ചാപി സംസ്തുതാം സമാവിശത്തരണിരിവ സ്വകേതനം പിതാ മേ പൂജയാമാസ സുഹൃൽ സംബന്ധി ബാന്ധവാൻ മഹാർഹവാസോലങ്കാരൈഃ ശയ്യാസന പരിച്ഛദൈഃ ദാസീഭിഃ സർവസമ്പദ്ഭിഃ ബഡേ ഭരതവാജിഭിഃ ആയുധാനി മഹാർഹാണി ദദൗ പൂർണ്ണസ്യ ഭക്തിദഃ ആത്മാ രാമസ്യ തസ്യേമാ വയം വൈ ഗൃഹദാസികാഃ സർവസംഗനിവൃത്യാദ്ധാ തപസാ ച ബഭൂവിമ മഹിഷ്യ ഊജുഃ ഭൗമം നിഹത്യ സഗണം യുധിതേന രുദ്ധാ ജ്ഞാത്വാ തനഃ ക്ഷിതിജയേ ജിതരാജകന്യാഃ നിർമുച്യ സംസൃതി വിമോക്ഷമനുസ്മരന്തീഃ പാദാംബുജം പരിണിനായ യ ആപ്തകാമഃ ന വയം സാധ്വീ സാമ്രാജ്യം സ്വരാജ്യം ഭൗജ്യമപ്യുത വൈരാജ്യം പാരമേഷ്ട്യം ച ആനന്ദ്യം വാ ഹരേഃ പദം കാമയാമഹ ഏതസ്യ ശ്രീമത്പാദരജശ്രിയഃ കുചകുങ്കുമഗന്ധാഢ്യം മൂർധ്നാവോഢും ഗദാവൃതഃ വ്രജസ്ത്രിയോ യദ്വാഞ്ചന്തി പുളിന്ദ്യസ്തൃണവീരുതഃ ഗാവശ്ചാരയതോ ഗോപാഃ പാദസ്പർശം മഹാത്മനഃ. ഹരി ഓം. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 83-തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.
ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ സമന്ത പഞ്ചകത്തിൽ വെച്ച് ഭഗവാൻ ഗോപികമാരെ നല്ല ഉപദേശങ്ങൾ കൊടുത്ത് അവരെ പക്വമതികളാക്കി ജ്ഞാനം പ്രകാശിക്കുന്നവരാക്കി തീർത്തു. അവർക്ക് തത്വമസി മഹാവാക്യത്തിൻ്റെ സാരമായിട്ടുള്ള ജ്ഞാനോപദേശം ചെയ്തു. അത് നിരന്തരം ധ്യാനിച്ച് അവർക്ക് ആ ഒരു അനുഭവം സ്വതസിദ്ധമായി എപ്പോഴും ഭഗവാനിൽ മനസ്സുറച്ചവരായി. അതിനുവേണ്ടി ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി അവർ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഭഗവാന്റെ പാദസ്മരണ എല്ലാ ജന്മങ്ങളിലും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 82-ാം അധ്യായം അവസാനിപ്പിച്ചത്. വീണ്ടും 83-ാം അധ്യായത്തിലും ആ സമന്ത പഞ്ചകത്തിലെ കഥ തന്നെ തുടരുകയാണ്. ഈ അധ്യായത്തിൽ വിശേഷിച്ചും ദ്രൗപദി കൃഷ്ണപത്നി സമാഗമം, ഏകപത്നിയല്ല, കൃഷ്ണപത്നീനാം സമാഗമം, കൃഷ്ണപത്നികളുമായിട്ടുള്ള സമാഗമം. ആ ദ്രൗപദി ഇവരുടെ കുശലപ്രശ്നങ്ങളൊക്കെ ചോദിച്ച സമയത്ത് രുക്മിണി, സത്യഭാമ, ജാംബവതി, കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, അങ്ങനെ അഷ്ടമഹിഷികൾ എന്ന് പറയുന്നവർ ആദ്യം ഉത്തരം കൊടുത്തു. 7 പേര് കൊടുത്തു. അതിൽ 8ാമതായിട്ട് ലക്ഷ്മണ തൻ്റെ വിവാഹകഥ വിസ്തരിച്ച് പറയുന്നുണ്ട്. അതൊരു 23ഓളം ശ്ലോകങ്ങളിലാണ്. 17 മുതൽ 39 വരെയുള്ള ശ്ലോകങ്ങളിൽ ലക്ഷ്മണയുടെ വിവാഹമാണ് വർണ്ണന. അത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു അല്ലേ? ഭഗവാന്റെ വിവാഹങ്ങളുടെ കൂട്ടത്തിൽ ലക്ഷ്മണയെ ഭഗവാൻ വിവാഹം കഴിച്ചു എന്ന് ചുരുക്കി പറഞ്ഞ സന്ദർഭത്തിൽ എങ്ങനെയാണ് ലക്ഷ്മണയുടെ വിവാഹം ഉണ്ടായതെന്ന് ഒന്ന് സാമാന്യം പറഞ്ഞിരുന്നു. ഇപ്പം അതിൻ്റെ വിസ്താരമാണ് ഈ അധ്യായത്തിൽ 83-ൽ 23 ശ്ലോകങ്ങളെ കൊണ്ടാണ് ലക്ഷ്മണ തൻ്റെ ഭഗവാനുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ച് വർണ്ണിച്ചത്. അതിനുശേഷം ഒരു ശ്ലോകം കൊണ്ട് മറ്റ് നരകാസുരൻ്റെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട 16,100ഓളം സ്ത്രീകൾ, ഒരു ശ്ലോകമല്ല, മഹിഷ്യ ഊജുഹു എന്ന് പറഞ്ഞ് 43 വരെ 4 ശ്ലോകങ്ങളെ കൊണ്ട് അവരുടെയും അഭിപ്രായം പറഞ്ഞു. ഇങ്ങനെ ദ്രൗപദി കൃഷ്ണപത്നീനാം സമാഗമ സംവാദ. അപ്പോൾ നമുക്കതിലേക്ക് ഓരോ ശ്ലോകങ്ങളായിട്ട് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ദശമസ്കന്ധേ 3-തമോധ്യായഃ. ശ്രീശുക ഉവാച തദാനുഗൃഹ്യ ഭഗവാൻ ഗോപീനാം സ ഗുരുർഗതിഃ യുധിഷ്ഠിരമദാ പൃച്ഛത് സർവാംശ്ച സുഹൃദോ വ്യയം. ശ്രീശുക ഉവാച തദാനുഗൃഹ്യ ഭഗവാൻ ഗോപീനാം സ ഗുരുർഗതിഃ യുധിഷ്ഠിരമദാ പൃച്ഛത് സർവാംശ്ച സുഹൃദോ വ്യയം. ഇപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ കുന്തിദേവിയും വസുദേവരും മറ്റുമായിട്ടുള്ള ആ ഒരു സമാഗമമാണ് കൂടുതൽ വിസ്തരിച്ചത്.
ഇവിടെ യുധിഷ്ഠിരനും കൃഷ്ണനുമായിട്ടുള്ള സമാഗമം ആദ്യം പറയുന്നു. അവിടുന്നാണ് പാഞ്ചാലിയും ഭാര്യമാരും കൃഷ്ണന്റെ പത്നിമാരുമായിട്ടുള്ള സമാഗമത്തിന് വേദി ഒരുങ്ങുന്നത്. അപ്പൊ യുധിഷ്ഠിരൻ ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ്. ഗോപീനാം ഗുരുഹു ഗതിഹി സഹ ഭഗവാൻ തഥാ അനുഗൃഹ്യ അത് യുധിഷ്ഠിരം സർവാൻ സുഹൃദഃ ച അവ്യയം അപൃച്ഛത്. ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിൽ അവസാനം എന്താ ചെയ്ത്? ഗോപികമാർക്ക് ഉപദേശം കൊടുക്കുകയാണ് ചെയ്തത്, അല്ലെ? അതിനെക്കുറിച്ചാണ് തുടങ്ങുന്നത്. ഗോപീനാം ഗുരുഹു, ഗോപികമാർക്കെല്ലാം ഉപദേഷ്ടാവായ ഗുരുവായിരിക്കുന്ന ഭഗവാൻ. ഗതിഹി, അവരുടെ പ്രാപ്യസ്ഥാനമായിരിക്കുന്ന ലക്ഷ്യമായിരിക്കുന്ന ഭഗവാൻ. സഹ ഭഗവാൻ, ആ ഭഗവാൻ തഥാ അനുഗൃഹ്യ ഗോപികമാരെ അപ്രകാരം അനുഗ്രഹിച്ചിട്ട്, കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതുപോലെ ഉപദേശങ്ങളെ കൊണ്ട് സ്നേഹപ്രകടനങ്ങൾ കൊണ്ടൊക്കെ അനുഗ്രഹിച്ചിട്ട്, അവർക്ക് ആത്മബോധം നൽകി അനുഗ്രഹിച്ചിട്ട്, അനുഗൃഹ്യ അധ അനന്തരം യുധിഷ്ഠിരം സർവാൻ സുഹൃദഃ ച അവ്യയം അപൃച്ഛത്. വീണ്ടും കൗരവന്മാരുടെ അടുത്തേക്ക് ചെന്ന് അവരിൽ പ്രമുഖനായ പാണ്ഡവ ജ്യേഷ്ഠനായ, കൗരവന്മാർക്കും പാണ്ഡവന്മാർക്കും എല്ലാം ജ്യേഷ്ഠനായിരിക്കുന്ന യുധിഷ്ഠിരനോടും ധർമ്മപുത്രരോടും സർവാൻ സുഹൃദഃ ച, ബാക്കിയുള്ള ബന്ധുക്കൾ ഭീമാർജുന നകുല സഹദേവാദികൾ മറ്റാരൊക്കെയാണ് അവിടെ കൂടെയുള്ളത് വെച്ചാൽ അവരോടും എല്ലാവരോടും അവ്യയം അപൃച്ഛത്. അവ്യയം അനാമയം എന്നൊക്കെ പറഞ്ഞാൽ കുശല പ്രശ്നം തന്നെയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ക്ഷേമം തന്നെയല്ലേ, സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കലാണ് അവ്യയം. വ്യയം എന്ന് പറഞ്ഞാൽ നാശം, നഷ്ടം, ചിലവ് എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ആ വ്യയം ദുഃഖമാണ്, എല്ലാവർക്കും വ്യയം ദുഃഖമാണ്. അവ്യയം എന്ന് പറഞ്ഞാൽ അപ്പോൾ സുഖം എന്നുള്ള അർത്ഥവും വരുന്നു. എങ്ങനെ അവരോട് ക്ഷേമത്തെക്കുറിച്ച്, അവരുടെ സുഖത്തെക്കുറിച്ച് കുശല പ്രശ്നം അപൃച്ഛത്, പ്രശ്നം ചെയ്തു. അപ്പോ ആദ്യം ഗോപികളെ അനുഗ്രഹിച്ച ശേഷം പാണ്ഡവന്മാരെ ചെന്ന് ഭഗവാൻ കാണുകയും യുധിഷ്ഠിരൻ മുതലായവരോട് അവ്യയ പ്രശ്നം ചെയ്യുകയും അഥവാ കുശല പ്രശ്നം ചെയ്യുകയും ചെയ്തു. തയേവം ലോകനാഥേന പരിപൃഷ്ടാഃ സുസത്കൃതാഃ പ്രത്യൂജുർഹൃഷ്ടമനസഃ തൽപാദേക്ഷാഹതാം ഹസഃ. തയേവം ലോകനാഥേന പരിപൃഷ്ടാഃ സുസത്കൃതാഃ പ്രത്യൂജുർഹൃഷ്ടമനസഃ തൽപാദേക്ഷാഹതാം ഹസഃ. തയേവം എന്ന് പറഞ്ഞാൽ തേയേവം, അവര്, ഈ പാണ്ഡവന്മാര് എന്നർത്ഥം. ഏവം ലോകനാഥേന പരിപൃഷ്ടാഹ, ലോകനാഥനായ ഈശ്വരനായ ഭഗവാനായ കൃഷ്ണനാൽ പരിപൃഷ്ടാഹ, പരിപ്രശ്നം ചെയ്യപ്പെട്ടവർ എന്നാൽ ചോദ്യം ചെയ്യപ്പെട്ടവർ, കുശലപ്രശ്നം ചെയ്യപ്പെട്ടവർ. അങ്ങനെ കുശലപ്രശ്നം ചോദിക്കപ്പെട്ടവരും സുസത്കൃതാഹ, നല്ലതുപോലെ ബഹുമാനിക്കപ്പെട്ടവരും സൽക്കരിക്കപ്പെട്ടവരും. അപ്പോൾ ഭഗവാൻ പാണ്ഡവന്മാരെയൊക്കെ സ്നേഹപൂർവ്വം സൽക്കരിച്ചു എന്നർത്ഥം. ജ്യേഷ്ഠന്മാരായിട്ടുള്ളവരെ നമസ്കരിക്കുകയും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. സുസത്കൃതാഹ തേ, ആ പാണ്ഡവന്മാര് തൽപാദേക്ഷാഹതാം ഹസഹ, തൽപാദ ഈക്ഷ കൊണ്ട് ഹതാം ഹസഹ, അവന്റെ പാദത്തിന്റെ ദർശനം കൊണ്ട് അംഹസ് അഥവാ പാപം അഥവാ ദുരിതങ്ങൾ ഹനിക്കപ്പെട്ടവരായിട്ട്. ഭഗവാന്റെ ദർശനം അവരുടെ പാപങ്ങളെയെല്ലാം നശിപ്പിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് ഹനിക്കപ്പെട്ട ദുരിതങ്ങൾ പാപങ്ങളോടുകൂടിയവരായ ഹൃഷ്ടമനസഃ പ്രത്യൂജുഹു, സന്തോഷിച്ച മനസ്സോടുകൂടിയവരായ ആ പാണ്ഡവന്മാര് പ്രത്യൂജുഹു മറുപടി പറഞ്ഞു എന്നർത്ഥം. അപ്പോ ആ ഭഗവാന്റെ സാന്നിധ്യം അവർക്ക് എന്തെന്നില്ലാത്ത ആശ്വാസവും സന്തോഷവും നൽകുന്നു, ഹൃഷ്ടമനസ്സാക്കുന്നു എന്നർത്ഥം. അല്ലേ? സാധാരണ നമ്മൾ ലോകത്തിൽ വ്യവഹരിക്കുന്നതായിട്ടുള്ള സമയത്ത് പലതരത്തിലുള്ള ആളുകളുമായിട്ട് പെരുമാറുമ്പോൾ അതെല്ലാം ഒരുതരം ഉപദ്രവത്തിലേ കലാശിക്കുള്ളൂ.
അല്ലേ? ചുറ്റുപാടുള്ള സമൂഹം എങ്ങനെയെന്ന് വെച്ചാൽ ഈച്ചയും കൊടിയും കൊതുവും ക്ഷുദ്രപ്രാണികളും ഒക്കെ പോലെ നമ്മളെ കടിച്ചും പീഡിപ്പിച്ചും ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അതിൽ നിന്നുള്ളൊരു മോചനമാണ് മഹാത്മാക്കൾ അല്ലെ അതുപോലെയുള്ള ഈശ്വര ചിന്ത, സത്സംഗം, ഇതുമായിട്ടുള്ളതായിട്ടുള്ള ആ ഒരു ഇടപഴകൽ. കുറച്ച് നേരത്തേക്കെങ്കിലും ഈ കൊതുകടിയും ഈച്ചയും കടിയൊക്കെ ഒഴിവാക്കുക. ഈ എന്താ പറയുക, പശുക്കളും പോത്തുകളും ഒക്കെ മേയുന്നതായിട്ടുള്ള സമയത്ത് വെള്ളത്തിലൊക്കെ പോയി കിടക്കുവർ. എന്തിനാ ഈ വെള്ളത്തിൽ പോയി കിടക്കുന്നത്? ഈ കടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പുറത്താണെങ്കിൽ ഈ പറഞ്ഞ ഈച്ചകളും പ്രാണികളും കടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വെള്ളത്തിലിറങ്ങി വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ ഈ ഉപദ്രവം ഇല്ല. അതുപോലെയാണ് സത്സംഗം എന്ന് പറയുക, ഭഗവാനുമായിട്ടുള്ള സംഘം. ഇവിടെ ആ ഭഗവാന്റെ പാദസ്പർശം, പാദദർശനം കൊണ്ട് അവര് സന്തോഷം വർദ്ധിച്ചവരായി എന്ന് പറയുക. സത്സംഗത്തിന്റെ മഹിമ, സാധുജന സംഘത്തിന്റെ മഹിമ. അപ്പൊ തിരിച്ച് അവരിങ്ങോട്ട് ചോദിക്കുകയാണ്, കുതോ ശിവം ത്വച്ചരണാംബുജാസവം മഹന്മനസ്തോ മുഖനിസൃതം ക്വചിത് പിപന്തിയേ കർണപുടൈരലം പ്രഭോ ദേഹം മൃതാം ദേഹകൃതസ്മൃതിച്ഛിതം. കുതോ ശിവം ത്വച്ചരണാംബുജാസവം മഹന്മനസ്തോ മുഖനിസൃതം ക്വചിത് പിപന്തിയേ കർണപുടൈരലം പ്രഭോ ദേഹം മൃതാം ദേഹകൃതസ്മൃതിച്ഛിതം. അപ്പോ എന്താ പറയുക, സജ്ജനങ്ങളുമായി സംഘം ചെയ്ത് ഭഗവാന്റെ കഥകൾ കേൾക്കുന്നവർക്ക് പോലും ഒരു അശിവവും ബാധിക്കുകയില്ല, ഒരു അമംഗളവും ബാധിക്കില്ല. കുതോ അശിവം, അശിവം കുതഃ, അമംഗളം എവിടുന്നുണ്ടാവാനാണ്? സജ്ജനങ്ങളുമായി സംഗമിച്ച് അങ്ങയുടെ കഥ നിരന്തരം കേൾക്കുന്നവർക്ക് പോലും അശിവം സംഭവിക്കില്ല. അപ്പൊ പിന്നെയാണോ അങ്ങയെ കണ്ടു കഴിഞ്ഞാൽ പറയേണ്ടതുണ്ടോ എന്നുള്ള അർത്ഥമാണ് ഇവിടെ സൂചന. അപ്പോൾ സത്സംഗത്തിൽ മുഴുകി ഭഗവാനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നവർക്ക് ഒരിക്കലും അമംഗളം നേരുകയില്ല എന്നാണ് ഇതിന്റെ താല്പര്യം. നമുക്ക് വേർഡ് ബൈ വേർഡ് നോക്കാം. അപ്പോ മഹന്മനസ്തഃ ക്വചിത് മുഖനിസൃതം ദേഹം മൃതാം ദേഹകൃത സ്മൃതിച്ഛിതം ത്വച്ചരണാംബുജാസവം കർണപുടൈഹി യേ പിബന്തി തേഷാം അശിവം കുതഃ. അവർക്ക് അശിവം എവിടുന്ന് എന്നാണ് ചോദ്യം. അപ്പോ യേ പിബന്തി, ആര് കുടിക്കുന്നുവോ, എന്ത് കുടിക്കുന്നു? ത്വച്ചരണാംബുജാസവം, അങ്ങയുടെ പാദം താമര പോലെ, അതിൽ നിന്ന് കിട്ടുന്ന മധു ആസവം. അപ്പൊ അങ്ങയുടെ പാദത്തെ സേവിക്കുന്നവർ തീർച്ചയായിട്ടും ആ പാദം കമലം പോലെ, ആ കമലത്തിൽ നിന്ന് ഒഴുകുന്നതായിട്ടുള്ള തേൻ പോലെ, ആസവം പോലെയാണ് അതിൻ്റെ ഒരു മാധുര്യം അനുഭവിക്കുക. അപ്പൊ ത്വച്ചരണാംബുജാസവം കർണപുടൈഹി യേ പിബന്തി, അങ്ങയുടെ പാദകമലങ്ങളിൽ നിന്നൊഴുകുന്ന മധുവിനെ ആരാണോ കർണമാകുന്ന പുടങ്ങളെ കൊണ്ട്, പുടമെന്നാൽ കുമ്പിൾ, അതുപോലെയുള്ള പാത്രം എന്നൊക്കെ അർത്ഥം. അപ്പൊ കർണത്തിലൂടെ ആരാണോ അതിനെ പാനം ചെയ്യുന്നത് അവർക്ക് തേഷാം അശിവം കുതഃ, അമംഗളം എവിടെ നിന്ന്? അപ്പോ ഈ ത്വച്ചരണാംബുജാസവം എന്ന് പറഞ്ഞ പ്രയോഗത്തെ വിശേഷിപ്പിക്കുകയാണ്. അത് എവിടുന്നാണ് വരുന്നത്? അതിന്റെ പ്രയോജനം എന്താണ് എന്നൊക്കെ സൂചിപ്പിക്കുകയാണ്. മഹന്മനസ്തഃ ക്വചിത് മുഖനിസൃതം. ഇത് മഹാത്മാക്കളുടെ മനസ്സിൽ നിന്ന്, മനസ്തഃ എന്ന് പറഞ്ഞാൽ സ്തഹ എന്നുള്ളത് ആ പഞ്ചമി അർത്ഥത്തിലാണ്. മഹന്മനസ്തഃ, മഹാത്മാക്കളുടെ മനസ്സിൽ നിന്ന്. ക്വചിത് മുഖനിസൃതം, ചിലപ്പോൾ അത് മുഖത്തിലൂടെ പുറത്തേക്ക് നിസ്സരിക്കും. അവരുടെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞിരിപ്പുണ്ട്. മഹാത്മാക്കൾ എപ്പോഴും ഭഗവാന്റെ പാദത്തിൽ നിന്നുള്ള ആസവം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭഗവാന്റെ പാദത്തെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് അതിലെ ആസവത്തെ നിരന്തരം പാനം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് മഹാത്മാക്കൾ. അവിടെ നിറഞ്ഞു കഴിയുമ്പോഴാണ് അവരുടെ മനസ്സ് നിറച്ച് ഭഗവാന്റെ പാദ കമലത്തിൽ നിന്നുള്ള തേൻ നിറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് തന്നെ ഇരിക്കപ്പൊറുതിയില്ലാതാവും. അവരുടെ വായിൽ നിന്ന് അത് പുറത്തേക്ക് വരും. അപ്പൊ മനസ്സിൽ നിറഞ്ഞത് ഏത് വഴിക്കാ പുറത്തേക്ക് വരിക? വായിലൂടെ.
അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. മഹൻ മനസ്തഹ, മഹാത്മാക്കളുടെ മനസ്സിൽ നിന്ന് ക്വചിത് മുഖനിസൃതം, ചിലപ്പോൾ പുറത്തേക്ക് വരുന്നത് ദുർലഭമായിട്ടാണ് അങ്ങനെ പുറത്തേക്ക് വരിക. അങ്ങനെയുള്ളതും ദേഹം മൃതാം ദേഹകൃതസ്മൃതിച്ഛിതം, ദേഹം മൃതാം, ദേഹം ധരിച്ചിരിക്കുന്ന ദേഹാഭിമാനികളായ ജീവന്മാർക്ക് ദേഹകൃത് അസ്മൃതിച്ഛിതം, ദേഹം നിമിത്തമായിട്ട് ദേഹം ഉണ്ടാക്കുന്നതായിട്ടുള്ള അസ്മൃതി. അസ്മൃതി എന്ന് പറഞ്ഞാൽ വിസ്മൃതി, ഭഗവാനെ മറക്കുക. ആ വിസ്മൃതിയെ ഛിതം, നശിപ്പിക്കുന്നതാണ് ത്വച്ചരണാംബുജാസവം, അങ്ങയുടെ പാദകമലത്തിൽ നിന്നൊഴുകുന്ന ആസവം. അത് എവിടുന്ന കിട്ടിയത്? അതിന്റെ സോഴ്സ് ഏതാണ്? മഹാത്മാക്കളുടെ മുഖത്തിൽ നിന്ന് ചിലപ്പോൾ ഒഴുകുന്നത്. അപ്പൊ സജ്ജനങ്ങളുടെ സംഘം കിട്ടുമ്പോൾ ആ സജ്ജനങ്ങളുടെ മുഖകമലത്തിൽ നിന്നാണ് ഭഗവാന്റെ പാദകമലത്തിലെ ആ ആസവം പുറത്തേക്ക് വരിക. ആ വഴിക്കാണ് വരിക. സോഴ്സ് ഇതാണ്, അല്ലേ? നമ്മള് പല ഭാഗത്തും കാണാൻ ഗംഗ ഒഴുകി വരുന്നത് ചില ഗോമുഖത്തിൽ നിന്ന്, പശുവിന്റെ വായിൽ നിന്ന്, കാളയുടെ മുഖത്തിൽ നിന്നൊക്കെ വരുന്ന സ്ഥാനങ്ങളുണ്ട്. അപ്പൊ കാളയുടെ മുഖമല്ല സോഴ്സ്. സോഴ്സ് എവിടെയാ? ഗംഗ മാനസ സരോവരത്തിലാണ്. അത് ഏതോ വഴിക്ക് വന്ന് ഈ കാളയുടെ മുഖത്ത് നിന്ന് പുറത്തേക്ക് വരുന്നു. അതുപോലെ ഭഗവാന്റെ പാദത്തിൽ നിന്നാണ് ഉത്ഭവം ഈ ആസവത്തിന്. പക്ഷെ അത് ഈ മഹാത്മാക്കളാകുന്ന കാളകൾ അവരുടെ വായിലൂടെ പുറത്തേക്ക് വിടുന്നു, അവരുടെ ഉള്ളിൽ നിറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ അത് ആസ്വദിക്കുന്നതായിട്ടുള്ള ത്വച്ചരണാംബുജം കർണപുടൈഹി ഏ പിബന്തി, ആരാണോ കർണപുടം കൊണ്ട് പാനം ചെയ്യുന്നത് അവർക്ക് അശിവം കുതഃ. അപ്പോ എപ്പോഴും സജ്ജനങ്ങളുമായി സംഘം ചെയ്ത് ഭഗവാന്റെ കഥകളെ നിരന്തരം കേൾക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും അമംഗളം നേരിടുകയില്ല. അത് അങ്ങനെയുള്ളവർക്ക് ദേഹഭൃതാം ദേഹകൃത് അസ്മൃതി ഛിതം, ദേഹത്താൽ ചെയ്യപ്പെടുന്ന വിസ്മരണം ഇല്ലാതെയാക്കുന്നതാണ് സത്യം പരം ധീമഹി എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് സത്സംഗം. ഈ ഭഗവാന്റെ മുഖാസവം പാനം ചെയ്യുന്നത് എല്ലാ വിസ്മൃതികളെയും ഇല്ലാതാക്കി തീർക്കും, ആത്മബോധത്തെ തിരിച്ചു നൽകും, ആത്മവിസ്മൃതിയെ ഇല്ലാതെയാക്കും എന്നർത്ഥം. അപ്പൊ അങ്ങനെ ആത്മസ്മരണയോടുകൂടി ഉള്ളവർക്ക് എങ്ങനെ അമംഗളം ഉണ്ടാവും? അശിവമുണ്ടാകും, അല്ലേ? അതുതന്നെയാണ് എല്ലാ മംഗളങ്ങൾക്കും കാരണമായിരിക്കുന്നത്. മംഗളാനാംച മംഗളം, എല്ലാ മംഗളങ്ങളും നൽകുന്നതാണ് ആത്മസ്മരണം. അതിന്റെ പ്രതീകം ആയിട്ടാണ് ആരാണോ പുണ്ടരീകാക്ഷനെ സ്മരിക്കുന്നത് അവൻ പവിത്രനായിത്തീരുന്നു, അവൻ ബാഹ്യ ആഭ്യന്തര ശുചിയായിത്തീരുന്നു. അപവിത്ര പവിത്രോ വാ സർവാവസ്ഥാം ഗതോപി വാ യസ്മരേ പുണ്ടരീകാക്ഷം സ ബാഹ്യ ആഭ്യന്തര ശുചി, അവൻ ബാഹ്യവും ആഭ്യന്തരവും ശുചിയായിത്തീരുന്നു. ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അല്പം വെള്ളം ആചമനം ചെയ്താൽ തന്നെ അവൻ പരിശുദ്ധനായി തീരുന്നു. അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ എന്ന് ഭഗവാന്റെ നാമം ചൊല്ലി കുറച്ച് വെള്ളം കുടിച്ചാൽ അവന്റെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളൊക്കെ പരിശുദ്ധമായി തീരുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എവിടുന്ന് അമംഗളം? അശിവഃ കുതഃ, എപ്പോഴും മംഗളം തന്നെ എന്ന് ഭഗവാനെ പ്രശംസിച്ചതാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കും സുഖം തന്നെ എന്നാ പറഞ്ഞതിന്റെ താല്പര്യം. ഹിത്വാത്മധാമ വിദുതാത്മകൃതത്രവസ്തം ആനന്ദസംപ്ലവമഖണ്ഡമകുണ്ഡബോധം കാലോപസൃഷ്ട നിഗമാവന ആത്തയോഗമായാകൃതിം പരമഹംസഗതിം നതാസ്മാൻ. ഹിത്വാത്മധാമ വിദുതാത്മകൃതത്രവസ്തം ആനന്ദസംപ്ലവമഖണ്ഡമകുണ്ഡബോധം കാലോപസൃഷ്ട നിഗമാവന ആത്മയോഗമായാകൃതിം പരമഹംസഗതിം നതാസ്മാൻ. അപ്പോ ഭഗവാനെ നമസ്കരിക്കുകയാണ്. ത്വാ നതാസ്മ, അങ്ങയെ വയം നതാസ്മ, ഞങ്ങൾ നമസ്കരിക്കുന്നവരാകുന്നു എന്ന് പറയുകയാണ്. ആ ഭഗവാൻ എങ്ങനെയുള്ളത്? എന്തുകൊണ്ടാ ഭഗവാനെ നമസ്കരിക്കുന്നത്? എല്ലാവരെയും കാണുന്ന പോലെ അല്ല ഭഗവാനെ കാണുന്നത്.
എല്ലാവരെയും സാമാന്യമായിട്ട് നമസ്കരിക്കും. ഇവിടെ ഭഗവാനെ നമസ്കരിക്കുന്നത് കുറച്ച് വിശേഷമായിട്ട് തന്നെയാണ്. എന്താ കാരണം? നമസ്കരിച്ചാൽ ഏറ്റവും അധികം പ്രയോജനമുള്ളവനാണ്. പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പരം. നാരായണ. അപ്പോ അങ്ങയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ത്വാ നതാഹ സ്മ. എങ്ങനെയുള്ള അങ്ങയെ നമസ്കരിക്കുന്നു? അങ്ങയെ നമസ്കരിച്ചാൽ എന്താണ് ഗുണം? അതൊക്കെയാണ് ഭഗവാന്റെ വിശേഷണങ്ങളായിട്ട് പറയുന്നത്. ആത്മധാമ വിദുതാത്മകൃതത്രവസ്തം ആനന്ദ സംപ്ലവം അഖണ്ഡം അകുണ്ഡബോധം കാലോപസൃഷ്ട നിഗമാവനേ ആത്മയോഗമായാകൃതിം പരമഹംസഗതിം ത്വാ നതാസ്മ. ഭഗവാനെ വിശേഷിപ്പിച്ച വിശേഷണങ്ങളാണ് ഓരോന്നും. ആത്മധാമ വിദുത ആത്മകൃത ത്രവസ്ഥ. ആത്മധാമ എന്ന് പറഞ്ഞാൽ തന്റെ സ്വരൂപത്തിന്റെ മഹിമ, പ്രകാശം, വൈഭവം എന്നൊക്കെ അർത്ഥം. ആ സ്വരൂപ മഹിമ കൊണ്ട് വിദുത ആത്മകൃത ത്രവസ്ഥ. വിദുതം വിശേഷേണ ദൂനനം കൃതം, നശിപ്പിച്ചത്, കഴുകിക്കളഞ്ഞത്, ശുദ്ധമാക്കിയത് എന്നൊക്കെ അർത്ഥം. ഇല്ലാതെയാക്കിയത്. എന്തിനെ? ആത്മകൃത ത്രവസ്ഥ. ഇവിടെ ആത്മകൃതം ബുദ്ധികൃതം. ബുദ്ധികൃതമായിട്ടുള്ള അവസ്ഥ, മൂന്നവസ്ഥകളെയും നശിപ്പിച്ചവനാണ് ഭഗവാൻ. ഏതാ മൂന്നവസ്ഥകള്? ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികളാകുന്ന 3 അവസ്ഥകൾ. അത് ആർക്കുള്ളതാണ്? സാധാരണ ജീവന്മാർക്കുള്ളതാണ്. എന്തുകൊണ്ട്? ആത്മബോധമില്ലാത്തത് കൊണ്ട്. ദേഹമാണ്, അല്ലെങ്കിൽ മനസ്സാണ്, ബുദ്ധിയാണ് എന്നൊക്കെ ഉപാധികളുമായി താദാത്മ്യം ഉള്ളവർക്കാണ് ഈ പറഞ്ഞ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികളാകുന്ന 3 അവസ്ഥകൾ. സ്ഥൂല ശരീരവുമായി താദാത്മ്യം പ്രാപിക്കുമ്പോൾ ജാഗ്രത അവസ്ഥ, സൂക്ഷ്മ ശരീരവുമായി താദാത്മ്യം പ്രാപിക്കുമ്പോൾ സ്വപ്നാവസ്ഥ, കാരണശരീരവുമായി ഐക്യം പ്രാപിക്കുമ്പോൾ സുഷുപ്തി അവസ്ഥ. ഇങ്ങനെ 3 ശരീരങ്ങളിലേക്ക് നമ്മൾ കയറി ഇറങ്ങി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നിത്യവും. ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ സ്ഥൂല ശരീരത്തിലാണ് ഇരിക്കുന്നത് എന്നാണ് വിചാരം. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സൂക്ഷ്മ ശരീരത്തിലേക്ക് പോയിട്ട് വരും. ചിലർ കാരണ ശരീരത്തിലേക്കും പോയിട്ടുണ്ടാവും അല്ലേ? മൊബൈല് ഓൺ ചെയ്ത് വെച്ചിട്ട് സ്വാമിയുടെ ഭാഗവത ജ്ഞാനഗംഗ കേൾക്കാൻ എന്ന് പറഞ്ഞിരുന്നിട്ട് ചിലപ്പോൾ അറിയാതെ കണ്ണടഞ്ഞു പോകുന്നവരുണ്ടാവും. എല്ലാ ടെൻഷനും മറന്ന് സുഖമായിട്ട് കുറച്ച് നേരത്തേക്ക് കണ്ണടഞ്ഞു പോകും, സുഖമായി ഉറങ്ങും. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഞെട്ടി ഉണരും. ഇപ്പം എവിടെ എത്തി? അയ്യോ 2-3 ശ്ലോകങ്ങൾ കഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കണ്ണു തുറക്കുക. അപ്പം ഏത് ശരീരത്തിലായിരുന്നു? കാരണ ശരീരത്തിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മനോരാജ്യങ്ങൾ കണ്ട് എവിടേക്കോ എത്തിയിട്ട് വരും. മക്കളുടെ കൂടെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരും, അല്ലെങ്കിൽ വേറെ എന്താ പറയുക, കണ്ടതും കേട്ടതുമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഏതൊക്കെയോ ലോകങ്ങളിൽ പര്യടനം നടത്തിയിട്ട് വരും. അതെവിടെയാ? സൂക്ഷ്മ ശരീരം കൊണ്ട്. ഈ പറയുന്നത് മുഴുവൻ അക്ഷരാർത്ഥത്തിൽ 100% ശ്രദ്ധയോടെ കേൾക്കുന്നത് വളരെ ചുരുക്കം ആളുകളായിരിക്കും. അവരാണ് ജാഗ്രതത്തിലുള്ളത്, സ്ഥൂല ശരീരത്തിലുള്ളത്. അപ്പൊ നമ്മള് ഒരു നിമിഷത്തിൽ തന്നെ ചിലപ്പോൾ ഈ 3 ശരീരങ്ങളിലും കയറി ഇറങ്ങി വരും. ഒരു ദിവസത്തിൽ നമ്മൾ എത്ര പ്രാവശ്യമോ കയറി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഭഗവാനെ സംബന്ധിച്ച് അങ്ങനെയില്ല. ഭഗവാൻ 3 അവസ്ഥകളെയും നശിപ്പിച്ചവനാണ്.
അതിക്രമിച്ചവനാണ്. അവസ്ഥാത്രയ സാക്ഷിയായ ആത്മാവുമായി ഐക്യം പ്രാപിച്ചവനാണ് താൻ. ആത്മാ അവസ്ഥാത്രയ സാക്ഷി. ഈ അവസ്ഥകളാൽ ബാധിക്കപ്പെടുന്നതായിട്ടുള്ള ജീവനല്ല താൻ. ഈ ജീവന്മാർക്കാണ് അവസ്ഥകളുള്ളത്. ജീവഭാവത്തിന് അതീതനായിരിക്കുന്ന ഈശ്വരഭാവത്തിൽ ഉറച്ചിരിക്കുന്ന ഭഗവാന് ഒരിക്കലും ഈ മൂന്നവസ്ഥകളും ഇല്ല. നമ്മളൊക്കെ സ്വപ്നം കാണുമ്പോഴും ഉറങ്ങുമ്പോഴും അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാവൽക്കാരനാണ് ഭഗവാൻ. മൂന്നവസ്ഥകൾക്കും കാവൽക്കാരനാണ്. അതുകൊണ്ട് ത്ര്യവസ്ഥകളെ വിദുത ആത്മകൃതത്യവസ്ഥം. എന്തുകൊണ്ട്? ആത്മധാമ കൊണ്ട്. ആത്മധാമ എന്ന് പറഞ്ഞാൽ സ്വമഹിമ കൊണ്ട്, സ്വപ്രകാശം കൊണ്ട്, ആ സ്വരൂപ പ്രകാശത്താൽ ഒരിക്കലും മൂന്നവസ്ഥകളിലേക്ക് പതിക്കാത്തതായിട്ടുള്ള ഒരു സ്വരൂപ വിസ്മൃതിയില്ലാത്തതായിട്ടുള്ള ആ ഒരു ഭാവമാണ് ഭഗവാന്റെ ഭാവം. സമാധിയാണ് ഭഗവാന്റെ ഭാവം. സമാധി എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് ഉറങ്ങും പോലെ ഇരിക്കലല്ല. എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴും തൻ്റെ ബുദ്ധി സമാവസ്ഥയിലിരിക്കലാണ് സമാധി. എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ വിശേഷണം ആത്മധാമ വിദുതാത്മകൃതത്യവസ്ഥം. അങ്ങയെ നമസ്കരിച്ചാൽ ഞങ്ങൾക്കും ഇത് തന്നെയാണ് പ്രയോജനം. അവനവൻ്റെ ബുദ്ധികൃതമായിട്ടുള്ള മൂന്ന് അവസ്ഥകളെ ജയിക്കാനായിക്കൊണ്ട് ഈ സ്വരൂപത്തിൽ ഉറച്ചിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ആനന്ദസംപ്ലവം. ആനന്ദത്തിൻ്റെ സംപ്ലവമാണ്. ആനന്ദത്തിൻ്റെ വലിയൊരു എന്താ പറയുക, കയമാണ്, ജലാശയമാണ് എന്നൊക്കെ ഒരർത്ഥം. ആനന്ദ സ്വരൂപത്തിൽ സംപ്ലവമായിരിക്കുന്നവൻ, മുഴുകിയിരിക്കുന്നവൻ എന്നും. ആനന്ദേ സംപ്ലവം, ആനന്ദ സംപ്ലവം. ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവൻ, ആനന്ദ സ്വരൂപത്തിലിരിക്കുന്നവൻ ആനന്ദ സംപ്ലവൻ. തം ആനന്ദ സംപ്ലവം. മറ്റൊരർത്ഥത്തിൽ ആനന്ദ സംപ്ലവ ഏവ സ്വരൂപ. ആനന്ദമാകുന്ന സംപ്ലവമാണ് ഭഗവാന്റെ സ്വരൂപം. അപ്പൊ അതെങ്ങനെ വിഗ്രഹിക്കുന്നു അതുപോലെ അർത്ഥം. അപ്പൊ ആനന്ദ സ്വരൂപത്തിൽ മുഴുകിയിരിക്കുന്നവനും അഖണ്ഡം. അഖണ്ഡം യാതൊരു വിച്ഛിത്തിയും ഇല്ലാത്തവൻ. കാലദേശാവധിഭ്യാം നിർമുക്തം. ഒരു അവധിയും ഇല്ലാത്തവൻ, ഒരു തരത്തിലുള്ള പരിച്ഛേദവും ഇല്ലാത്തവൻ, എല്ലായ്പ്പോഴും എല്ലാ കാലത്തും എല്ലാ ദേശത്തും എല്ലാ വസ്തുവിലും മുറിവില്ലാതെ വ്യാപിച്ചിരിക്കുന്നവൻ. ഈ ലോകത്തിൽ എല്ലാറ്റിനും പരിച്ഛിത്തിയുണ്ട്. കാലപരിച്ഛിത്തിയുണ്ട്, ദേശപരിച്ഛിത്തിയുണ്ട്, വസ്തുപരിച്ഛിത്തിയുണ്ട്. ഒരു വസ്തുവല്ല മറ്റൊരു വസ്തു അല്ലേ? ഒരു പശുവല്ല ഒരു ആട്, പശുവല്ല പശുക്കുട്ടി ഒക്കെ പരിച്ഛേദമുള്ളതാണ്, വ്യത്യാസമുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വസ്തുപരിച്ഛേദം, കാലപരിച്ഛേദം. കാലപരിച്ഛേദം മുമ്പ് ഇല്ലായിരുന്നു, ഇപ്പുണ്ട്, നാളെ ഇല്ലാതാവും. അങ്ങനെ കാലത്തിൽ ബാധിക്കപ്പെടുന്നത് കാലപരിച്ഛിത്തിയുള്ളതാണ് ഈ ലോകം, ലോകത്തിലുള്ള സകലതും. എന്നാൽ അഹമേവാസമേവാഗ്രേ അല്ലേ, നാന്യത് സദസത്പരം പശ്ചാദഹം യദേതച്ച യോവശിഷ്യേത സോസ്മ്യഹം. എല്ലാ കാലത്തും നിറഞ്ഞു നിൽക്കുന്ന വസ്തുവാണ് ഭഗവാൻ. എല്ലാ ദേശത്തും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ. അപ്പൊ അതാണ് അഖണ്ഡം. അകുണ്ഠബോധം, കുണ്ഠതയില്ലാത്ത ബോധം. കുണ്ഠത എന്ന് പറഞ്ഞാൽ മറവ്, ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖം, ഇതൊന്നും ബാധിക്കാത്ത ബോധത്തോടു കൂടിയവൻ. ഭഗവാന്റെ ബോധത്തിന് ഒരു കുണ്ഠതയും ഇല്ല, ഒരു മറവും ഇല്ല, ഒരു മറവിയും ഇല്ല. എപ്പോഴും സ്വരൂപ സ്മരണയോടുകൂടി ഇരിക്കുന്നു. അകുണ്ഠബോധം കാലോപസൃഷ്ട നിഗമാവനെ
ആത്മയോഗമായാകൃതിം. അത് ഒന്നിച്ചാണ്. കാലോപസൃഷ്ട നിഗമ അവനെ. നിഗമം വേദങ്ങളാണ്, അതിൻ്റെ അവനം രക്ഷ. എപ്പോൾ? കാലത്താൽ ഉപസൃഷ്ടമായത് എന്ന് പറഞ്ഞാലോ ഉപസർജിക്കപ്പെട്ടത്, ഉപേക്ഷിക്കപ്പെട്ടത്. ഈ വേദം സൃഷ്ടിയുടെ ആദിയിൽ ഉപദേശിച്ചു, പക്ഷേ കാലം കഴിയുമ്പോൾ അത് മറന്നുപോകും, ആളുകൾക്ക് ഉപസൃഷ്ടമാകും. അതിനെ വീണ്ടും രക്ഷിക്കുക, അല്ലേ? ഭഗവാന്റെ ഹയഗ്രീവ അവതാരമോ മത്സ്യാവതാരമോ ഒക്കെ പ്രത്യക്ഷത്തിൽ അത് തന്നെ വേദത്തെ വീണ്ടെടുക്കാൻ വേണ്ടി. ഭഗവാന്റെ മഹാപുരുഷന്മാരുടെ സനകാദികളുടെയൊക്കെ അവതാരമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. സപ്തർഷികളൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാലം കൊണ്ട് വിസ്മൃതിയിലാണ്ട വേദങ്ങളെ വീണ്ടും ആളുകൾക്ക് ഉണർത്തിക്കൊടുക്കുക, വീണ്ടും ഉപദേശിക്കുക. ഓരോ ചതുർയുഗം കഴിയുമ്പോഴും അടുത്ത കൃതയുഗത്തിൽ, സത്യയുഗത്തിൽ വീണ്ടും വേദങ്ങളെ ഉപദേശിക്കുന്നു. കലിയുഗമാവുമ്പോഴേക്കും സകാലേ നേഹ മഹദാ യോഗോ നഷ്ടഃ പരന്തപ. മഹദാകാലേന ആ ശാസ്ത്രങ്ങളും യോഗങ്ങളും ധർമ്മവുമെല്ലാം നഷ്ടമായി പോകുന്നു. വീണ്ടും അടുത്ത യുഗം, കൃതയുഗം ആരംഭിക്കുമ്പോൾ സപ്തർഷികളുടെ രൂപത്തിൽ ഉപദേശിക്കുന്നു. ഇങ്ങനെ ഓരോ ചതുർയുഗങ്ങൾ കഴിയുമ്പോഴും സപ്തർഷികളുടെ രൂപത്തിലും, അതുപോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ എത്രയോ വർഷങ്ങൾ തോറും മഹാത്മാക്കളുടെ രൂപത്തിൽ വന്നിട്ടും ശങ്കരാചാര്യരെ പോലെ, നാരായണ ഗുരുദേവനെ പോലെ, രാമകൃഷ്ണ പരമഹംസരെ പോലെ മഹാത്മാക്കളുടെ രൂപത്തിലും അവതരിച്ച് ശാസ്ത്രങ്ങളെ അവനം ചെയ്യുന്നു. കൽപ്പകാലത്ത് പ്രളയം സംഭവിക്കുമ്പോഴും ഭഗവാൻ വീണ്ടും മത്സ്യരൂപത്തിലും മറ്റുമൊക്കെ എടുത്ത് വീണ്ടും ബ്രഹ്മദേവൻ ഉപദേശിക്കുന്നു. ഇങ്ങനെ കാലത്താൽ നഷ്ടപ്പെടുന്ന അറിവുകളെ, വേദങ്ങളെ, ശാസ്ത്രങ്ങളെയൊക്കെ വീണ്ടും അവനം ചെയ്യുവാനായി, രക്ഷിക്കുവാനായി കൊണ്ട് ആത്മയോഗമായാകൃതി, ആത്മയോഗം കൊണ്ട് മായ ശരീരം ധരിച്ചവൻ, തൻ്റെ തന്നെ യോഗമായ കൊണ്ട് ആകൃതിയെ ധരിച്ചവൻ, ആത്മയോഗമായ ആകൃതി, അവനവൻ്റെ യോഗമായ കൊണ്ട് തന്നെ രൂപമെടുത്ത് ലോകരക്ഷ, വേദരക്ഷ എല്ലാം ചെയ്യുന്നവനും പരമഹംസഗതിം, പരമഹംസന്മാരുടെ പ്രാപ്യസ്ഥാനവുമായിരിക്കുന്ന നിവൃത്തി നിരതന്മാരായ മഹാത്മാക്കൾ ഏതൊരുവനെ തന്നെ നിരന്തരം ശരണം പ്രാപിച്ചിരിക്കുന്നുവോ, ഏതൊരുവനെ തന്നെ നിരന്തരം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നുവോ, ഏതൊരുവനെ പ്രാപിക്കാനായിക്കൊണ്ട് പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അത് പരമഹംസഗതി. അങ്ങനെയുള്ള ത്വാ നതാസ്മ, അങ്ങയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. അപ്പോ ഈ പാണ്ഡവന്മാർ ഈ കൃഷ്ണനെ കാണുന്നത്, അഥവാ യുധിഷ്ഠിരൻ ഈ കൃഷ്ണനെ കാണുന്നത് ഒരു സാധാരണ മനുഷ്യനായിട്ടല്ല, ഈ പറഞ്ഞതൊക്കെ ആയിട്ടാണ്. മൂന്നവസ്ഥകൾക്കും സാക്ഷിയായിരിക്കുന്നവനും ആനന്ദ സ്വരൂപനും അഖണ്ഡനും അകുണ്ഠബോധനും കാലത്താൽ നഷ്ടപ്പെടുന്നതായിട്ടുള്ള വേദങ്ങളെ വീണ്ടെടുക്കുന്ന അവതാരമൂർത്തികളെ ധരിക്കുന്നവനും പരമഹംസന്മാർക്കെല്ലാം ആശ്രയഭൂതനുമായിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. യു ആർ ദ സുപ്രീം, അല്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ അല്ല. അങ്ങ് ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ട ഒരാളല്ല, അതിനൊക്കെ അതീതനാണ്. അല്ലേ? മത്സ്യങ്ങൾ രാത്രിയിൽ ചന്ദ്രന്റെ നിഴൽ വെള്ളത്തിൽ കണ്ടിട്ട് കരുതും നമ്മുടെ കൂട്ടത്തിൽ ഒരാള് എന്ന്. അല്ലേ? ഒരു ജലജന്തുവാണ് ചന്ദ്രന്റെ നിഴലും എന്ന് മൂഢ മത്സ്യങ്ങൾ കരുതും, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ. എന്നാൽ ആ ചന്ദ്രനെ കുറിച്ച് അറിയുന്ന മത്സ്യങ്ങൾ, അവയുടെ ഇടയിൽ പലരും ഉണ്ടാവും. ആ ചന്ദ്രനെ അറിയുന്ന മത്സ്യങ്ങൾ മുകളിലേക്ക് നോക്കും, ഒറിജിനൽ ചന്ദ്രനിലേക്ക്. അങ്ങ് അവിടെ ഇരിക്കുന്നു, അങ്ങയുടെ വെറും നിഴലാണ് ഇവിടെ ഇരിക്കുന്നത്, അങ്ങ് എത്ര ഉന്നതനാണ് എന്ന് പറഞ്ഞ് വണങ്ങും. അപ്പം അതുപോലെ യുധിഷ്ഠിരനെ പോലെയുള്ള ആളുകൾക്ക് ഭഗവാന്റെ മഹിമ അറിയാം. അതുകൊണ്ട്
സ്തുതിക്കുകയാണ് ഭഗവാൻ ആരാണെന്ന് പറഞ്ഞിട്ട്. നമുക്കും നമസ്കരിക്കാം അല്ലേ. ഹിത്വാത്മധാമവിതുതാത്മകൃതത്രവസ്ഥം ആനന്ദസംപ്ലവമഖണ്ഡമകുണ്ഡബോധം കാലോപസൃഷ്ട നിഗമാവന ആപ്തയോഗമായാകൃതിം പരമഹംസഗതിം നതാസ്മ. ഇത് കഴിഞ്ഞ് നമ്മുടെ ദ്രൗപദിയിലേക്ക് ശ്രീശുക ബ്രഹ്മർഷി നമ്മളെ കൊണ്ടുപോവുകയാണ്. യുധിഷ്ഠിരന്റെ കൂടെ പാഞ്ചാലി ഉണ്ടാവുമല്ലോ. ആ പാഞ്ചാലി പതുക്കെ കൃഷ്ണപത്നിമാരെ മാത്രം സ്വകാര്യമായിട്ട് വിളിച്ചുകൊണ്ട് പോവണം. വരൂ, നമുക്കൊരു ഭാഗത്തിരിക്കാം, അവര് പുരുഷന്മാർ അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യട്ടെ, നമുക്കവിടെ എന്ത് കാര്യം അല്ലേ. അവർ വലിയ വലിയ പൊളിറ്റിക്സ്, രാജ്യകാര്യങ്ങൾ, ഭരണകാര്യങ്ങൾ ഒക്കെ ചർച്ച ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ അടുക്കള കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് ദ്രൗപദി കൂട്ടിയിട്ട് പോകുന്നതിനെ ശ്രീ സുഖബ്രഹ്മർഷി പറയണം. സുഖബ്രഹ്മർഷി തന്നെയാണ് ഇവിടെ ഋഷിരുവാച എന്ന് പ്രയോഗിക്കണം. ഋഷിരുവാച ഇത്യുത്തമ ശ്ലോക ശിഖാമണിം ജനേഷു അഭിഷ്ടുവൽ സ്വന്തക കൗരവ സ്ത്രിയ സമേത്യ ഗോവിന്ദഗദാ മിതോ ഗൃണൻ ത്രിലോകഗീതാ ശൃണുവർണ്ണയാമി തേ. ഋഷിരുവാച ഇത്യുത്തമ ശ്ലോക ശിഖാമണിം ജനേഷ്വഭിഷ്ടുവൽസു അന്തക കൗരവ സ്ത്രിയ സമേത്യ ഗോവിന്ദഗദാ മിതോ ഗൃണൻ ത്രിലോകഗീതാ ശൃണുവർണ്ണയാമി തേ. ഋഷിരുവാച ശ്രീ ശുഗഋഷി ഉവാച എന്നർത്ഥം. ഇതി ഉത്തമ ശ്ലോക ശിഖാമണിം ജനേഷു അഭിഷ്ടുവൽസു. ജനേഷു അഭിഷ്ടുവൽസു സത്സു എന്നുകൂടി നമ്മുടെ വക ചേർക്കാം. സതി സപ്തമി പ്രയോഗം. അപ്പോ അഭിഷ്ടുവൽസു അന്തക കൗരവ സ്ത്രീയ സമേത്യ ഗോവിന്ദകഥാഹ മിതോ അഗൃണന്. അഗൃണന് ബഹുവചന ശബ്ദമാണ്. അഗൃണന് എല്ലാവരും കൂടി ഗൃണിച്ചു, എല്ലാവരും കൂടി പറഞ്ഞു. ത്രിലോകഗീതാഹ. ത്രിലോകഗീത, സ്ത്രീലോകമല്ല, ത്രിലോകഗീത. അവിടെ സകാരം പോയി, അഗൃണൻ എന്ന് നകാരമായി മാറി സകാരം. ത്രിലോകഗീത ശൃണു വർണ്ണയാമിതേ. ഇവിടെ ആരോട് പറയുന്നു? ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുകയാണ്. തേ വർണ്ണയാമി, ഞാൻ വർണ്ണിച്ചു തരാം. ശൃണു, കേട്ടോളൂ. എന്താ അത് സ്ത്രീകൾ തമ്മിലുള്ള കുശുകുശുത്ത വർത്തമാനം പറഞ്ഞു തരാം. പക്ഷെ അത് ഭഗവാന്റെ കഥ തന്നെയാണ്. അതാണ് ത്രിലോകഗീതാഹ. 3 ലോകങ്ങളിലും ഗാനം ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഗോവിന്ദ കഥാഹ. ഈ സ്ത്രീകൾ തമ്മിൽ സാധാരണ സ്ത്രീകൾ സംസാരിക്കുന്ന പോലെയുള്ള പരദൂഷണമായിരുന്നില്ല പറഞ്ഞത്. അവര് സമേത്യ ഗോവിന്ദ കഥാഹ. ഗോവിന്ദന്റെ കഥയാണ് മിതോ അഗൃണന് പരസ്പരം പറഞ്ഞത്. അത് 3 ലോകത്തും പ്രശസ്തമായിട്ടുള്ള ഭഗവാന്റെ കഥകളാണ്. ത്രിലോകഗീത, 3 ലോകങ്ങളിലും ഗാനം ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഗോവിന്ദ കഥകളെ അഹം തേ വർണ്ണയാമി ത്വം ശൃണു, ഞാൻ നിനക്ക് പറഞ്ഞു തരാം, നീ ശ്രദ്ധയോടെ കേൾക്കും. അപ്പോ ഇതി ഇപ്രകാരം ഉത്തമ ശ്ലോക ശിഖാമണിം ജനേഷു അഭിഷ്ടുവൽസു. ആ ഉത്തമ ശ്ലോക ശിഖാമണി, ഉത്തമ ശ്ലോകന്മാരിൽ വെച്ച് ശിഖാമണി. ഉത്തമ ശ്ലോകൻ എന്ന് പറഞ്ഞാൽ അറിയാം, ശ്ലോകം ചെയ്യാൻ ഉത്തമൻ, സ്തുതിക്കാൻ യോഗ്യൻ, സ്തുതിക്കപ്പെടേണ്ടവരിൽ വെച്ച് ഉത്തമൻ. അതിലും ശിഖാമണിയാണ് ഭഗവാൻ. അപ്പൊ ഉത്തമ ശ്ലോകന്മാർ അനേകം ഉണ്ടെങ്കിൽ അല്ലേ, മഹാദേവനോ മറ്റു ദേവന്മാരോ ഒക്കെ ഉത്തമ ശ്ലോകന്മാരാവാം. അവർക്കും ശിഖാമണിയാണ്, അവരുടെയൊക്കെ ചൂടാമണിയാണ് ഭഗവാൻ. ആ ഭഗവാനെ ജനേഷു അഭിഷ്ടുവൽസു സത്സു, ജനങ്ങൾ നല്ലതുപോലെ സ്തുതിച്ചുകൊണ്ടിരിക്കേ. ഇൻ ദ മീൻ വൈൽ എന്നർത്ഥം. ആ അന്തക കൗരവ സ്ത്രീയ. അന്തക എന്നുള്ളത് വൃഷ്ണി വംശത്തെ, യാദവ വംശത്തെ ചുരുക്കി ഉപലക്ഷണമായി പറഞ്ഞതാണ്. വൃഷ്ണികൾ, അന്തകന്മാർ, ഭോജന്മാർ, ഇങ്ങനെ യാദവ വംശം പറയാറുണ്ട്. അപ്പൊ അന്തക സ്ത്രീയ എന്ന് പറഞ്ഞാൽ യാദവ സ്ത്രീയ.
കൗരവസ്ത്രീയ എന്ന് പറഞ്ഞാൽ കുരുവംശത്തിലെ ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ. പാഞ്ചാലി യുധിഷ്ഠിരാദികളുടെ ഭാര്യയാണ്. സുഭദ്ര മുതലായവരുണ്ടാവാം. മറ്റ് ഇവർക്ക് ഓരോരുത്തർക്കും തനിത്തനിയെ ഭാര്യമാരുണ്ട്, അവരും ഒക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ള സ്ത്രീകൾ എല്ലാവരും കൂടി, യുവതികൾ എല്ലാവരും കൂടി ഒത്തുകൂടി ഒരു സമ്മേളനം, വനിതാ സമ്മേളനം ഒരു ഭാഗത്ത് അവർ സമയത്ത്. പക്ഷെ പറഞ്ഞത് ഗോവിന്ദ കഥയാണ് അന്യോന്യം പറഞ്ഞത്. മിതോ അഗ്രണന് പറഞ്ഞു, അത് 3 ലോകത്തും പ്രശസ്തമായിട്ടുള്ള ഗീതമാണ്, അതിനെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം, നീ കേട്ടോളൂ, ശ്രദ്ധിച്ച് കേട്ടോളൂ എന്ന് ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറഞ്ഞു. അപ്പോൾ അതിൽ ആദ്യത്തെ ഇതായിട്ട് ദ്രൗപദി തന്നെ മുൻകൈയെടുക്കുന്നു. ഈ യാദവ സ്ത്രീകളോട് അല്ലെങ്കിൽ ഭഗവാന്റെ പത്നിമാരോട് ചോദ്യം ചെയ്യുന്നു. ദ്രൗപദ്യുവാച ഹേ വൈദർഭി അച്യുതോ ഭദ്രേ ഹേ ജാംബവതി കൗസലേ ഹേ സത്യഭാമേ കാളിന്ദി ശൈബ്യേ രോഹിണി ലക്ഷ്മണേ ഹേ കൃഷ്ണപത്ന്യഃ ഏതന്നോ ബ്രൂത വോ ഭഗവാൻ സ്വയം ഉപയേമേ യദാ ലോകം അനുകുർവൻ സ്വമായയാ. ദ്രൗപദ്യുവാച ഹേ വൈദർഭ്യച്യുതോ ഭദ്രേ ഹേ ജാംബവതി കൗസലേ ഹേ സത്യഭാമേ കാളിന്ദി ശൈബ്യേ രോഹിണി ലക്ഷ്മണേ ഹേ കൃഷ്ണപത്ന്യ ഏതന്നോ ബ്രൂതവോ ഭഗവാൻ സ്വയം ഉപയേമേ യദാ ലോകം അനുകുർവൻ സ്വമായയാ. ദ്രൗപദി ഉവാച, ദ്രൗപദ്യുവാച, ദ്രൗപദി ചോദിച്ചു, പറഞ്ഞു. ആദ്യം എല്ലാവരെയും സംബോധന ചെയ്യണം, എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട്. ഹേ വൈദർഭി, ഹേ ഭദ്രേ, ഹേ ജാംബവതി, ഹേ കൗസലേ, ഹേ സത്യഭാമേ, ഹേ കാളിന്ദി, ഹേ ശൈബ്യേ, ഹേ രോഹിണി, ഹേ ലക്ഷ്മണേ. ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ചു. ആരൊക്കെയാണ്? വൈദർഭി. വൈദർഭി വിദർഭ രാജാവിന്റെ മകളായ രുക്മിണി ദേവി. ഭദ്ര ഭഗവാന്റെ മറ്റൊരു പത്നി ഭദ്ര. അതുപോലെ ജാംബവതി. അതുപോലെ കൗസല എന്ന് പറഞ്ഞാൽ കോസല രാജാവിന്റെ നാഗ്നജിത്തിന്റെ മകള്. സത്യഭാമ സത്രാജിത്തിന്റെ മകള്. കാളിന്തി ശൈബ്യ ശിബി വംശത്തിലെ ശിബിയുടെ മകൻ അല്ലെങ്കിൽ ശിബി രാജ്യത്തെ മകളാണ് ശൈബ്യ. രോഹിണി, ലക്ഷ്മണ, ഇവരുടെയൊക്കെ പേരെടുത്ത് വിളിച്ചു. ഇതിൽ ശൈബ്യയും രോഹിണിയും 16,008 അതിലുള്ള പ്രമുഖര്. ബാക്കിയുള്ളവർ അഷ്ടമഹിഷികളിൽ പെട്ടവരായിട്ടുള്ളവര്. വൈദർഭി, ഭദ്ര, ജാംബവതി, കൗസല, സത്യഭാമ, കാളിന്ദി, ലക്ഷ്മണ 7 പേര്. അപ്പോൾ ബാക്കി മറ്റു കൃഷ്ണപത്നികളെ മൊത്തത്തിൽ ഒന്നുകൂടെ പറഞ്ഞു. ഹേ കൃഷ്ണപത്ന്യഃ, എല്ലാവരെയും ചേർത്ത് 16,008 പേരെയും ചേർത്ത് ഒന്നുകൂടെ വിളിച്ചു. ഹേ കൃഷ്ണപത്ന്യഃ ഏതത് നോ ബ്രൂത, ഏതത് ഈ വിഷയം നോ എന്ന് പറഞ്ഞാൽ അസ്മാൻ നഹ ഞങ്ങളോട്, ബ്രൂത പറഞ്ഞാലും നിങ്ങൾ യൂയം ബ്രൂത, വോ ബ്രൂത, വോ എന്നുള്ളത് യൂയം എന്നുള്ള അർത്ഥം. അതുപോലെ ഭഗവാൻ അച്യുത, അച്യുതൻ അവിടെ മുമ്പേ പറഞ്ഞത് ഇവിടെ ഭഗവാനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അച്യുത ഭഗവാൻ വോ സ്വയം ഉപയേമേ, അച്യുതനായ ഭഗവാൻ നിങ്ങളെ സ്വയം കല്യാണം കഴിച്ചു എന്ന് ഞാൻ പറയുന്നു കേട്ടിട്ടുണ്ട്, സ്വയംവരം ചെയ്തു. ഏതത് നഹ ബ്രൂത. അപ്പൊ ഭഗവാൻ അച്യുത സ്വമായ വഹ ഉപയേമേ, തന്റെ അപ്പോ ഭഗവാന്റെ മായാശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് പല ലീലകളും ചെയ്തിട്ടാണ് പലരെയും പരാജയപ്പെടുത്തുകയും പല പരീക്ഷണങ്ങളിൽ ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് അല്ലേ അദ്ദേഹം നിങ്ങളെ വിവാഹം കഴിച്ചത്. അതാണ് സ്വമായയാ സ്വയമേവ വഹ ഉപയേമേ. അദ്ദേഹം തന്നെത്താൻ തന്നെ വന്ന് നിങ്ങളെ വിവാഹം കഴിച്ചു, ഉപയമിച്ചു.
അതിനെക്കുറിച്ച് പറയൂ എന്ന് പറയണം. അവരുടെ വർത്തമാനങ്ങൾ, നിങ്ങളുടെ വിവാഹ വർത്തമാനങ്ങൾ പറയൂ. അപ്പോൾ ഭഗവാൻ സ്വയം സ്ത്രീകളെ കാമിച്ച് വിവാഹം കഴിച്ചതാണോ എന്നുള്ള ശങ്ക ഇവിടെ ചോദ്യത്തിൽ മറഞ്ഞിരിപ്പുണ്ട്. ഭഗവാൻ തന്നെയാണോ നിങ്ങളെയൊക്കെ വന്ന് വിവാഹം കഴിച്ചത്, അതോ നിങ്ങൾ ഭഗവാനെ കൊതിച്ചിരുന്നുവോ എന്നുള്ള സംശയം അവിടെ അന്തർഭവിച്ചിട്ടുണ്ട്. അപ്പം അതിന് ഓരോരുത്തരും മറുപടി പറയുന്നു, അങ്ങനെ ഭഗവാൻ സ്വയം വന്ന് ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയതൊന്നുമല്ല, പിന്നെയോ ഞങ്ങൾ ഭഗവാനെ മനസ്സുകൊണ്ട് വരിച്ചിരുന്നു, ഞങ്ങൾ കൊതിച്ചിരുന്നു, ഞങ്ങൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ കൃഷ്ണനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു, ഭഗവാൻ അത് സാധിച്ചു തന്നു എന്നുള്ള അർത്ഥത്തിലാണ് അവരിനി മറുപടി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ തെറ്റിദ്ധാരണ വേണ്ട കേട്ടോ ദ്രൗപദി, ഭഗവാനെ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഭഗവാൻ അങ്ങനെ വന്ന് ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് വന്ന് സ്വീകരിച്ചതല്ല, ഞങ്ങളുടെ ഇഷ്ടം മാനിച്ച് ഞങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയതാണ്. അല്ലേ? അന്നേ ഉണ്ട് സംശയം എന്ന് പറയുക. അപ്പോൾ പിന്നെ ഇന്നുള്ള ആളുകൾക്ക് ഈ ഭാഗവതമൊന്നും കേൾക്കാത്ത മൂഢജനങ്ങൾക്ക് ഉണ്ടാവൂലോ. കൃഷ്ണൻ 16,008 കല്യാണം കഴിച്ചു, കൃഷ്ണൻ തൻ്റെ മായാശക്തിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കണ്ട പെണ്ണുങ്ങളെയൊക്കെ സ്വന്തമാക്കി, അത്രയും വലിയ സ്ത്രീ ലംബടനായിരുന്നു അയാൾ എന്നൊക്കെ പറയാൻ എല്ലാ കാലത്തും ആൾക്കാരുണ്ട്. അപ്പോൾ അന്ന് പാഞ്ചാലിക്കും ചെറിയൊരു സംശയം ഉണ്ടായിരുന്നോ എന്നൊരു സംശയം. രുക്മിണ്യുവാച ചൈദ്യായമാർപ്പയിതുമുദ്യത കാർമുകേഷു രാജസ്വജേയ ഭടശേഖരിതാംഗ്രിരേണു നിന്നെ മൃഗേന്ദ്രൈവ ഭാഗമജാവിയൂദാത് തത്ശ്രീനികേതചരണോസ്തു മമാർച്ചനായ. രുക്മിണ്യുവാച ചൈദ്യായമാർപ്പയിതുമുദ്യത കാർമുകേഷു രാജസ്വജേയ ഭടശേഖരിതാംഗ്രിരേണു നിന്നെ മൃഗേന്ദ്രൈവ ഭാഗമജാവിയൂധാത് തത്ശ്രീനികേതചരണോസ്തു മമാർച്ചനായ. ഇപ്പം എങ്ങനെയാണ് തൻ്റെ വിവാഹമുണ്ടായത് എന്ന് ആദ്യത്തെ 3 ശ്ലോകത്തിൽ ചുരുക്കി പറഞ്ഞിട്ട് 4ാമത്തെ ശ്ലോകത്തിൽ തൻ്റെ പ്രാർത്ഥനയാണ് അവതരിപ്പിക്കുന്നത്. തത് ശ്രീനികേതചരണ മമ അർച്ചനായ അസ്തു. തത് ശ്രീനികേതചരണ മമ അർച്ചനായ അസ്തു. ആ ശ്രീനികേത ചരണം എന്ന് പറഞ്ഞാൽ ഏതൊരു ഭഗവാന്റെ ചരണം, പാദം, ആ ശ്രീപതിയുടെ പാദം മമ അർച്ചനായ അസ്തു, എൻ്റെ പൂജയ്ക്ക് ആയിക്കൊണ്ട് ഭവിക്കട്ടെ. എനിക്കെപ്പോഴും അങ്ങയുടെ അദ്ദേഹത്തിൻ്റെ പാദപൂജ ചെയ്യാൻ കഴിയട്ടെ, ആ ശ്രീനിവാസന്റെ പാദപൂജ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 3 വരികളിൽ തൻ്റെ കഥ പറഞ്ഞു. തൻ്റെ വിവാഹം എങ്ങനെയായിരുന്നു? ചൈദ്യായ മാ അർപ്പയിതും ഉദ്യത കാർമുകേഷു രാജസു അജേയ ഭടശേഖരിതാംഗ്രിരേണു നിന്നെ മൃഗേന്ദ്ര ഇവ ഭാഗം അജാവിയൂധാത് തശ്രീനികേതചരണോസ്തു മമ അർച്ചനായ. അപ്പോ ചൈദ്യായ മാ അർപ്പയിതും, മാ മാ എന്ന് പറഞ്ഞ അവിടെ മാം എന്നുള്ളത് മാ എന്നും രൂപം. അപ്പൊ എന്നെ മാം ചൈദ്യായ അർപ്പയിതും, ശിശുപാലനായിക്കൊണ്ട് സമർപ്പിക്കാൻ എൻ്റെ ജ്യേഷ്ഠൻ രുക്മി നിശ്ചയിച്ചു എന്നെ ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കാൻ. ആ സമയത്ത് രാജസു ഉദ്യത കാർമുകേഷു, അനേക രാജാക്കന്മാർ ശിശുപാലന് സഹായികളായിട്ട് വില്ലേന്തിയവരായിട്ട്, അതാണ് ഉദ്യത കാർമുകേഷു, കാർമുകം വില്ല്, ഉദ്യതം ഉയർത്തിപ്പിടിച്ചത്, സജ്ജരായിട്ട്, യുദ്ധത്തിന് സജ്ജരായിട്ട് വന്ന സമയത്ത്, അപ്പൊ ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചു, ഭഗവാൻ എൻ്റെ അടുത്ത് വന്ന് എന്നെ കൊണ്ടുപോകാനായിട്ടിരുന്ന സമയത്ത് ഈ ശിശുപാലനും അദ്ദേഹത്തിൻ്റെ ആളുകളുമായിട്ട്, രാജാക്കന്മാരും ഒക്കെ ആയിട്ട് വില്ലേന്തി ആ ഭഗവാനോട് യുദ്ധം ചെയ്തു. അപ്പോഴോ അജേയ ബടശേഖരിതാംഗ്രിരേണു, ഭഗവാൻ എങ്ങനെയുള്ളവനാണ്? അജേയ ഭട ശേഖരിത അംഗ്രിരേണു. അജേയ ഭടന്മാരെന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ജയിക്കാൻ കഴിയാത്തവർ,
ജയിക്കാൻ കഴിയാത്ത ഭടന്മാരുടെ ശേഖരിത അംഗ്രിരേണു, ശിരോഭൂഷണമായ പാദരേണുവോട് കൂടിയവൻ എന്ന് പറഞ്ഞാലോ, ജയിക്കാൻ കഴിയാത്ത ഭടന്മാർക്കെല്ലാം ശിരസ്ഥാനത്തിരിക്കുന്നവൻ. ആരുടെ പാദമാണോ ഇവർക്കും ഉപരിയായിട്ടിരിക്കുന്നത്, ആരുടെ പാദരേണുക്കൾ ഈ ഇവരുടെ അജേയ ഭടന്മാരുടെ ശിരസിൽ ശോഭിക്കുന്നുവോ. അപ്പൊ ആർക്കും ജയിക്കാൻ പറ്റാത്ത ഭടന്മാർ പോലും ഏതൊരുവന്റെ പാദത്തെ ആശ്രയിച്ച്, ഏതൊരുവന്റെ അനുഗ്രഹം കൊണ്ട് ആ ഭഗവാന്റെ പാദരേണുക്കളാൽ അവരുടെ ശിരസ് അലങ്കൃതങ്ങളായിരിക്കുന്നുവോ, അങ്ങനെയുള്ള ആ ഭഗവാൻ എന്നെ നിന്യേ, ഏതുപോലെ മൃഗേന്ദ്ര ഭാഗം ഇവ നിന്യേ, ഒരു സിംഹം തൻ്റെ ഭാഗത്തെ ഇരയെ കൊണ്ടുപോകുന്നത് പോലെ. എവിടെ നിന്ന്? അജാവിയൂധാത്. അജാ എന്ന് പറഞ്ഞാൽ ആട്, ആട്ടിന്റെ വിയൂധം കൂട്ടം. അപ്പൊ ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ആരോഗ്യവാനായ വലിയ ആടിനെ തന്നെ ആയിരിക്കും സിംഹം കട്ടുകൊണ്ടുപോവുക. സിംഹം ചെറിയ ആട്ടുകുട്ടിയെ നോക്കി തെരഞ്ഞു പിടിക്കില്ല, അതൊക്കെ കുറുക്കന്മാർക്കുള്ളതാണ്. സിംഹം നോട്ടമിടുക മൊത്തത്തിൽ നല്ല ആരോഗ്യമുള്ള നല്ല ആടുകളെ നോക്കിയിട്ടാണ് തെരഞ്ഞു പിടിക്കുക. എന്നതുപോലെ ഈ ഇവിടെ അജാവിയൂധം രാജാക്കന്മാരുടെ കൂട്ടത്തെ ആട്ടിൻകൂട്ടമായിട്ട് ഉപമിച്ചിട്ട് അതിൽ നിന്ന് തനിക്ക് വേണ്ട ഭാഗത്തെ സിംഹം എങ്ങനെയാണോ ഇവരെ ഒന്നും ഗണിക്കാതെ കൊണ്ടുപോകുന്നത്, മറ്റാടുകളൊക്കെ എതിർത്താലും സിംഹത്തിനൊരു പ്രശ്നമില്ല, അവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് തനിക്ക് വേണ്ട ഇരയെ സിംഹം കൊണ്ടുപോകും. അതുപോലെ ഭഗവാൻ ആർക്കും ജയിക്കാൻ കഴിയാത്ത ഭടന്മാരുടെ പാദധൂളി, ഏതൊരു ഭഗവാന്റെ പാദധൂളി അവരെല്ലാം ശിരസിൽ ധരിക്കുന്നുവോ അങ്ങനെയുള്ള ഭഗവാൻ ആ ആട്ടുകളുടെ കൂട്ടത്തിൽ നിന്ന് മൃഗേന്ദ്ര ഭാഗം ഇവ, സിംഹം തന്റെ ഭാഗത്തെ കൊണ്ടുപോകുന്ന പോലെ എന്നെ നിന്നേ, എന്നെ നയിച്ചു, എന്നെ കൊണ്ടുപോയി. അപ്പോൾ ഭഗവാൻ തന്റെ വീരം പ്രകടിപ്പിച്ച് തന്നെയാണ് ശിശുപാലാദികളെ പരാജയപ്പെടുത്തിയിട്ട് തന്നെയാണ് അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചിട്ടുള്ളത്. അല്ലാതെ രാത്രിയിൽ ഒളിഞ്ഞു വന്ന് ഞാനും അങ്ങേരും കൂടി മതിൽ ചാടി ഇറങ്ങി ഓടിയതല്ല, വേലി ചാടി ഓടിയതല്ല, ഒളിച്ചോടിയവരല്ല. അദ്ദേഹത്തെ എതിർക്കാൻ എത്രയോ ശക്തന്മാരായ രാജാക്കന്മാർ ആയുധപാണികളായിട്ട് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം സിംഹമാണെന്ന് തെളിയിച്ചു, ഹരി തന്നെയാണെന്ന് തെളിയിച്ചു. തൻ്റെ ഭാഗത്തെ എങ്ങനെയാണോ സിംഹം ആട്ടിൻകൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് കൊണ്ടുപോവുക അതുപോലെ എന്നെ കൊണ്ടുപോയി. അപ്പോൾ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. തൻ്റെ രുക്മിണിയുടെ സ്വയംവര കഥ നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതെല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ ശ്രീശുഖ ബ്രഹ്മർഷി ചുരുക്കിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ശ്രീശുഖ ബ്രഹ്മർഷി ചുരുക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ട്? മുമ്പ് നമ്മൾ രുക്മിണി സ്വയംവരം ഒരു 2-2.5 അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. 52-ാം അധ്യായം പകുതിയിൽ നിന്ന് ആരംഭിച്ച് 53-ാം അധ്യായം 54-ാം അധ്യായം 2.5 അധ്യായത്തിൽ വിസ്തരിച്ചിട്ടുണ്ട്. ഇനിയും വിസ്തരിക്കണോ? വേണ്ട. അതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് സ്മരിക്കാൻ അവസരം മാത്രമാണത്. രുക്മിണ്യുവാച ചൈദ്യായമാർപ്പയിതും ഉദ്യത കാർമുകേഷു രാജസ്വജേയ ഭടശേഖരിതാംഗ്രിരേണു നിന്നേ മൃഗേന്ദ്രൈവ ഭാഗമജാവിയൂധാത് തശ്രീനികേത ചരണോസ്തു മമാർച്ചനായ. ആ ശ്രീനികേത ചരണൻ, ശ്രീനിവാസൻ, ആ ലക്ഷ്മി ദേവിയാൽ സേവിക്കപ്പെടുന്ന പാദങ്ങളോടുകൂടിയ ഭഗവാന്റെ ആ പാദം എനിക്ക് അർച്ചനത്തിന് ഭവിക്കട്ടെ, എനിക്ക് പൂജയ്ക്കായിട്ട് ഭവിക്കട്ടെ. ആ ഭഗവാന്റെ പാദം പൂജിക്കാനുള്ള യോഗം എനിക്കുണ്ടാവട്ടെ. സത്യഭാമോവാച യോ മേ സനാഭിവദ തപ്തഹൃദാ തതേന ലിപ്താഭിശാപമപമാർഷ്ടുമുജാ ഉപാജഹാര ജിത്വർക്ഷരാജമദരത്നമദാത്സതേന ഭീതഃ പിതാ ദിശതമാം പ്രഭവേ വിദത്താം. സത്യഭാമോവാച യോ മേ സനാഭിവദ തപ്തഹൃദാ തതേന ലിപ്താഭിശാപമപമാർഷ്ടുമുപാജഹാര ജിത്വർക്ഷരാജമദരത്നമദാത്സതേന
ഭീതഃ പിതാതിശതമാം പ്രഭവേ വിദത്താം. സത്യഭാമ തന്റെ വിവാഹത്തെക്കുറിച്ച് ചുരുക്കി പറയുന്നു. അതും നമ്മൾ 2 അധ്യായങ്ങളിൽ കേട്ടതാണ്, അല്ലെങ്കിൽ ഒരു അധ്യായത്തിൽ സത്യഭാമയുടെയും ജാമ്പവതിയുടെയും വിവാഹം നമ്മൾ വിസ്തരിച്ച് കേട്ടതാണ്. അപ്പൊ അതിനെ ചുരുക്കി ഇവിടെ സത്യഭാമ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടാവും ദ്രൗപദിയോട്. ശ്രീശുക ബ്രഹ്മർഷി അതിനെ നമുക്ക് ചുരുക്കി പറഞ്ഞു തരുന്നു. അപ്പോ തന്റെ പിത ആരാണ്? സത്രാജിത്ത്. ആ സത്രാജിത്തിന് എന്ത് സംഭവിച്ചു? ഏതൊരുവനാണോ യഹ യോ സനാഭിവദ തപ്തഹൃദ മേ തതേന. മേ തതേന, മേ തതേന എന്ന് പറഞ്ഞാൽ മമ താതേന. മേ എന്നുള്ളത് മമ, തതേന താതേന, എന്റെ പിതാവിനാൽ. എങ്ങനെയുള്ള പിതാവിനാൽ? സനാഭിവദ തപ്തഹൃദ. സനാഭി എന്ന് പറഞ്ഞാല് ഒരേ നാഭിയിൽ നിന്ന് ഉണ്ടായവർ എന്നർത്ഥത്തിലാണ്. നാഭീബന്ധം എന്ന് പറഞ്ഞാൽ പൊക്കിൾ കൊടി ബന്ധം. ആരാണ്? അപ്പൊ സഹോദരനാണ്. സഹോദരന്റെ പര്യായമായിട്ടാണ് ഇവിടെ സനാഭി എന്ന് പറഞ്ഞിരിക്കുന്നത്. സഹോദര വധം കൊണ്ട് തപ്തഹൃദ. എന്റെ അച്ഛന്റെ സഹോദരനായ പ്രസേനൻ വധിക്കപ്പെട്ടു. ആ പ്രസേന വധം കൊണ്ട് തപിച്ച ഹൃദയത്തോടുകൂടിയ എന്റെ പിതാവിനാൽ ലിപ്താഭിശാപം, ഭഗവാന്റെ നേരെ അഭിശാപം, ലിപ്തം, ലേപനം ചെയ്തു. ലിപ്തം എന്ന് പറഞ്ഞാൽ തേച്ചു. എന്തു തേച്ചു? ഭഗവാന്റെ നേരെ ദുഷ്പേര്, അഭിശാപം. അപ്പോ എന്റെ അച്ഛനാൽ ഭഗവാന് ദുഷ്പേര് കൊടുക്കപ്പെട്ടു. അതിനെ അപമാർഷ്ടും, ഭഗവാൻ എന്ത് ചെയ്തു? അതിനെ അപമാർജനം ചെയ്യുവാൻ, കഴുകിക്കളയാൻ, എന്റെ അച്ഛൻ തേച്ച ചീത്തപ്പേര് കഴുകിക്കളയാനായിട്ട് ഋക്ഷരാജം ജിത്വ. ഋക്ഷരാജം ആ കരടികളുടെയൊക്കെ രാജാവായ ജാമ്പവാൻ. ജാമ്പവാനെ ജയിച്ച് രത്നം ഉപാജഹാര, രത്നത്തെ ഉപഹാരമായി സ്വീകരിച്ചു. ജാമ്പവാനിൽ നിന്ന് ആ സമന്തക രത്നത്തെ സ്വീകരിച്ചു. അതിനുശേഷം അതാത് അതിനുശേഷം എന്റെ അച്ഛന് വന്നു കൊടുത്തു. എന്റെ അച്ഛന് കൊണ്ടുവന്ന് ദാനം ചെയ്തു. ഇതാ നിങ്ങളുടെ രത്നം, ഞാനൊന്നുമല്ല എടുത്തത് എന്ന് അതിന്റെ എന്താ പറയുക തെളിവുകളും കഥകളും ഒക്കെ പറഞ്ഞ് അതിനെ ദാനം ചെയ്തു. അങ്ങനെ ആയപ്പോൾ സഹപിതാ തേന ഭീത. സഹപിത, ആ എന്റെ അച്ഛൻ അതുകൊണ്ട് തന്നെ ഭയപ്പെട്ടവനായി. ഭഗവാനോട് ശത്രുതയുണ്ടാക്കിയതിന്റെ, ഭഗവാന് ചീത്തപ്പേരുണ്ടാക്കിയതിന്റെ ആ ഒരു ഭയം അദ്ദേഹത്തിന് ഉണ്ടായി. ബാക്കി നാട്ടുകാരൊക്കെ എന്റെ അച്ഛന്റെ ശത്രുക്കളായി. അതുകൊണ്ട് ഭീതനായിട്ടുള്ള അച്ഛൻ എന്നെ എന്ത് ചെയ്തു? മാം പ്രഭവേ ആദിശത, എന്നെ ആ പ്രഭുവായ ഭഗവാന് ആദിശത ദാനം ചെയ്തു, നന്നായി ദാനം ചെയ്തു. എങ്ങനെയുള്ള എന്നെ? ദത്താം അപി, അപി ദത്താം ദത്താം അപി, ഓൾറെഡി എന്നെ ദത്തയാണ് ഞാൻ, എന്നെ കൊടുക്കപ്പെട്ടതാണ്. ആർക്ക്? ശതധന്വാവിന്, അല്ലേ? അക്രൂരന്റെ കൂട്ടുകാരൻ, കൃതവർമാവിന്റെയും കൂട്ടുകാരനായ ശതധന്വാവിന് വാഗ്ദാനം ചെയ്തിരുന്നതാണ് സത്യഭാമയെ. അത് ലംഘിച്ചുകൊണ്ടാണ് ആ നിശ്ചയം ചെയ്യപ്പെട്ട വിവാഹത്തിൽ നിന്ന് പിൻവാങ്ങി സത്യഭാമയെ ഭഗവാന് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പൊ സത്യഭാമയ്ക്കും ഭഗവാനെ തന്നെയായിരുന്നു ഭർത്താവായി കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്. സത്യഭാമയുടെ അനുവാദമോ സമ്മതമോ കൂടാതെ ഭഗവാനോടുള്ള മത്സര ബുദ്ധി കൊണ്ട് സത്രാജിത്ത് തന്റെ മകളെ ശതധന്വാവിന് വാഗ്ദാനം ചെയ്തിരുന്നു. ആ വാഗ്ദാനം ലംഘിച്ചുകൊണ്ട്, എന്നെ ഓൾറെഡി കൊടുത്തവളാണെങ്കിലും അത് ലംഘിച്ചുകൊണ്ട് ഭഗവാന് കൊടുത്തു. അപ്പൊ ഭഗവാൻ തന്നെ ബാധിച്ച ആ അപകീർത്തിയെ കഴുകിക്കളഞ്ഞു. എങ്ങനെ? ജാമ്പവാനെ ജയിച്ചുകൊണ്ടും രത്നം തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടും. എങ്ങനെയുള്ള ഭഗവാന്റെ ആ പരാക്രമവും ഭഗവാൻ തന്നെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത പെടാപാടുകളെയും എല്ലാം സ്മരിക്കുകയാണ്. സത്യഭാമോവാച യോ മേ സനാഭിവദ തപ്തഹൃദാ തതേന ലിപ്താഭിശാപമപമാർഷ്ടുമുപാജഹാര
ജിത്വർക്ഷരാജമദരത്നമദാത്സതേന ഭീതഃ പിതാദിശതമാം പ്രഭവേ വിദത്താം. ജാംബവത്യുവാച പ്രാജ്ഞായ ദേഹകൃതമും നിജനാഥദൈവം സീതാപതിം തൃണവഹാനി അമുനാഭ്യയുധ്യത് ജ്ഞാത്വാ പരീക്ഷിത ഉപാഹരദർപ്പണം മാം പാദൗ പ്രഗൃഹ്യ മണിനാഹം അമുഷ്യദാസി. ജാംബത്യുവാച പ്രാജ്ഞായ ദേഹകൃതമും നിജനാദദൈവം സീതാപതിം തൃണമഹാനി അമുനാഭ്യയുധ്യത് ജ്ഞാത്വാ പരീക്ഷിത ഉപാഹരദർപ്പണം മാം പാദൗ പ്രഗൃഹ്യ മണിനാഹം അമുഷ്യദാസി. ഇവിടെ ജാംബവതിയും പറയണു അഹം അമുഷ്യദാസി, ഞാൻ അവന്റെ ദാസി മാത്രമാകുന്നു. അദ്ദേഹത്തിന്റെ പത്നിയായിരിക്കാനുള്ള ഒരു യോഗ്യതയൊന്നും എനിക്കുണ്ടായിട്ടല്ല. അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹം എന്നെ പത്നി എന്ന് വിളിക്കുന്നു. വാസ്തവത്തിൽ എൻ്റെ മനസ്സിൽ ഞാൻ അദ്ദേഹത്തിന്റെ ദാസി മാത്രമാണ്. അഹം അമുഷ്യദാസി. അതാണ് ജാംബവതി പറയുന്നത്. അപ്പോ ജാംബവതിയുടെ അച്ഛനായ ജാംബവാൻ ഭഗവാനെ തിരിച്ചറിയുന്ന കഥയാണ് പറയുന്നത്. ആരാണ് ഈ കൃഷ്ണൻ? സാക്ഷാൽ സീതാപതിയായ രാമൻ തന്നെയാണ് കൃഷ്ണനായി അവതരിച്ചിരിക്കുന്നത് എന്നറിഞ്ഞിട്ടാണ് എന്നെ അച്ഛൻ കൃഷ്ണന് സമർപ്പിച്ചത്. അപ്പൊ നോക്കൂ, ഇവിടെ രാമനാണ് കൃഷ്ണൻ എന്നുള്ള കഥയും ഓർമ്മിച്ചു. സാക്ഷാൽ മര്യാദാ പുരുഷോത്തമനായിരുന്ന അല്ലേ ആ രാജാതിരാജനായ ശ്രീരാമചന്ദ്ര പ്രഭു തന്നെയാണ് ഈ ശ്രീകൃഷ്ണനും എന്ന് ജാംബവതി പാഞ്ചാലിക്കും നമുക്കും ഓർമ്മപ്പെടുത്തുകയാണ് ഈ കഥയിലൂടെ. അപ്പോ ഇവിടെ ദേഹകൃത്ത് എന്ന് പറയുന്നുണ്ട്. ദേഹകൃത്ത് എന്ന് പറഞ്ഞാല് എനിക്ക് ദേഹത്തെ ചെയ്തവൻ, എൻ്റെ അച്ഛൻ എന്ന അർത്ഥം. മമ പിതാ മമ ദേഹകൃത്ത്, എനിക്ക് ആരാണ് ദേഹം ഉണ്ടാക്കിയത്? എൻ്റെ അച്ഛൻ. അപ്പൊ ദേഹകൃത്ത് അമും നിജനാദം സീതാപതിം ദേവം പ്രാജ്ഞായ. അമും ഇവനെ, ആരാ ഇവൻ? കൃഷ്ണനെ, കഥാനായകനെ. ഈ കഥാനായകനെ നിജനാദം സീതാപതിം ദേവം പ്രാജ്ഞായ, തന്റെ തന്നെ നാഥനായ സീതാപതിയായ ദേവനാണ്, സാക്ഷാൽ ശ്രീരാമചന്ദ്ര പ്രഭുവാണെന്ന് പ്രാജ്ഞായ പ്രകർഷേണ ജ്ഞാത്വാ. ഇവിടെ പ്രാജ്ഞായ എന്നുള്ളത് അറിയാതെ കണ്ട്, ആദ്യം അറിയാതെ, പ്രകർഷേണ അജ്ഞായ, അറിയാത്തത് കൊണ്ട് എന്ത് ചെയ്തു? ത്രിനവഹാനി അമുന അഭ്യയുധ്യത്. ത്രിനവഹാനി, ത്രിനവം 37, 3 × 9 37 21. 21 അഹാനി ദിവസങ്ങൾ, പകലുകൾ. 21 ദിവസങ്ങൾ അഭ്യയുധ്യത് അമുന. അമുന അവനോട് അഭ്യയുധ്യത്, നേരിട്ട് ദ്വന്ദ്വയുദ്ധം ചെയ്തു. വേറെ ആരെ കൊണ്ടും ചെയ്യിക്കുകയല്ല, താൻ തന്നെ നേരിട്ട് 27 ദിവസം ഭഗവാനുമായി യുദ്ധം ചെയ്തു. എന്നിട്ട് പരീക്ഷിത, നല്ലതുപോലെ പരീക്ഷിത, വേണ്ട പരീക്ഷയോടുകൂടി അവൻ പരീക്ഷയിൽ മനസ്സിലാക്കിയവനായിട്ട് ഭഗവാനെ ശരിക്കും പരീക്ഷിച്ചറിഞ്ഞു. അപജ്ഞാത്വ, അറിഞ്ഞിട്ട്, വേണ്ട പരീക്ഷ കഴിഞ്ഞപ്പോൾ ഭഗവാനെ അറിഞ്ഞു. അങ്ങനെ പാദവും പ്രഗൃഹ്യ, ആ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചുകൊണ്ട്, കാലിൽ വീണുകൊണ്ട്, ക്ഷമാപണം ചെയ്തുകൊണ്ട് മണിനാമാം അർപ്പണം ഉപാഹരത്. മണിനാ സഹ, ആ സമന്തകം എന്ന മണിയോടുകൂടെ മാം എന്നെ അർപ്പണം സമർപ്പണമായി, കാഴ്ചദ്രവ്യമായി, ഉപാഹരത് സമ്മാനിച്ചു. അപ്പോ സമന്തകമണിയെയും രമണിയായ എന്നെയും അല്ലേ എൻ്റെ അച്ഛൻ ക്ഷമാപൂർവം നമസ്കരിച്ചുകൊണ്ട് കാല് പിടിച്ചുകൊണ്ട് സമ്മാനിച്ചതാണ്. അർപ്പണം ഉപാഹരത്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ദാസി മാത്രമാണ് ഞാൻ. അഹം അമുഷ്യദാസി, ഞാൻ അദ്ദേഹത്തിന്റെ ദാസി മാത്രമാകുന്നു എന്ന്
എൻ്റെ അച്ഛൻ രാമദാസനാണ്, അപ്പം ഞാനും രാമദാസി തന്നെയാണ്, കൃഷ്ണദാസി ആയിട്ടിരിക്കണം. ഇപ്പോൾ ആ രാമൻ തന്നെയാണ് കൃഷ്ണൻ എന്ന് ഞങ്ങൾക്കൊക്കെ അറിഞ്ഞു എന്ന് താല്പര്യം, എല്ലാവരും അറിയും എന്നും താല്പര്യം. അപ്പം ഇങ്ങനെ ജാമ്പവതിയുടെ കഥയും പറഞ്ഞു. ഇനി കാളിന്തി മുതലായിട്ടുള്ള ആളുകളുടെ കഥ പറയുന്നു. നമുക്ക് നാളെ കാണാം. ഇന്ന് വൈകുന്നേരം ഇല്ല, വൈകുന്നേരം പുറത്തൊരു പ്രഭാഷണം ഉണ്ട്. കൽപ്പാത്തിയിൽ ഒരു പ്രഭാഷണമുണ്ട്, ഹനുമാൻ ക്ഷേത്രത്തിൽ, ഹനുമാൻ ഭജന മഠത്തിൽ. എന്താണ് ഹനുമാൻ ചാലിസ, ആ വിഷയത്തെക്കുറിച്ച് 1.5 മണിക്കൂർ, 5 മുതൽ 6 വരെ. പാലക്കാട്ടുകാരെങ്കിലും കൽപ്പാത്തിക്ക് വരണമെങ്കിൽ വരാം. കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ തിരക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. നാരായണ. അപ്പം നാളെ രാവിലെ നമുക്ക് തുടരാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭദിനം. നാളെ കാണാം.